എല്ലാവർക്കും നമസ്കാരം. കേരള ആയുർവേദ പോഡ്കാസ്റ്റിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം പോസ്റ്റ്പാർട്ടം ഡിപ്രഷനാണ്. പോസ്റ്റ്പാർട്ടം ഡിപ്രഷന് പല പേരുകളുണ്ട്. പോസ്റ്റ് നേറ്റൽ ഡിപ്രഷൻ എന്ന് പറയാം. പാർട്ടം എന്നുള്ള വാക്കിന് ചൈൽഡ് ബർത്ത് എന്നാണ് ലാറ്റിനിൽ അർത്ഥം. അപ്പോൾ പ്രസവാനന്തരം സംഭവിക്കുന്ന മാനസികമായിട്ടുള്ളൊരു വിഷാദമാണ് ഇന്നത്തെ വിഷയം. നമ്മൾക്കറിയാം, ഇത് കാലങ്ങളായിട്ട് നമ്മുടെ സുഹൃത്തുക്കൾ വഴിയും നമ്മൾക്ക് തന്നെ അങ്ങനെയുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാകും. ഈ പോസ്റ്റ്പാർട്ടം എന്ന് പറയുന്ന വിഷയത്തിൽ നമ്മൾ പെട്ടെന്ന് നമ്മുടെ മനസ്സിലേക്ക് വരിക ഒരമ്മയാണ്. ഇന്നത്തെ അണ്ടർസ്റ്റാൻഡിങ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് ഒരു മെയിലിനോ ഫീമെയിലിനോ ഐദർ പാർട്ട്ണർക്കും വരാവുന്ന ഒരു മാനസികമായിട്ടുള്ള വിഷാദമാണ്. അപ്പോൾ അങ്ങനത്തെ ഒരു ലാർജർ അണ്ടർസ്റ്റാൻഡിങ്ങിലേക്ക് ലോകം നീങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു തോത് നമ്മൾ ഇവാലുവേറ്റ് ചെയ്യുകയാണെങ്കിൽ മറ്റ് പല അസുഖങ്ങളിലെ പോലെ തന്നെയും കണ്ടീഷൻസിലെ പോലെ തന്നെയും കേരളം വളരെ മുന്നിലാണ് നിൽക്കുന്നത്. 28% മാരീഡ് ആളുകൾക്ക് അല്ലെങ്കിൽ കപ്പിൾസിന് ഈ ഒരു പ്രോബ്ലം ഉള്ളതായിട്ട് കാണുന്നുണ്ട്. ഈ പ്രസവാനന്തര വിഷാദ രോഗം ഇത് നാഷണൽ ആവറേജിനേക്കാളും ഹൈ ആണ്. നാഷണൽ ആവറേജ് 22% ആണെങ്കിൽ ഇത് കേരളത്തിൽ 28%. ഇൻ്റർനാഷണലി നോക്കുകയാണെങ്കിൽ മിഡിൽ എക്കണോമിയിലൊക്കെ ഉള്ള രാജ്യങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് ഒരു 19-20% നിൽക്കുന്നത്. അപ്പോൾ ഇത് വളരെ ഗൗരവമേറിയതാണ്. അതേപോലെ തന്നെ നമ്മൾക്ക് നല്ല പരിഹാരമുള്ള ഒരു കണ്ടീഷനും കൂടിയാണ്. അപ്പോൾ എന്താണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്നുള്ളത് നമുക്കിന്ന് ചർച്ച ചെയ്യാം. മെഡിക്കലി നമ്മൾ ഈ കണ്ടീഷനെ പറയുന്നതെന്ന് വെച്ചാൽ പ്രസവശേഷമുള്ള 4 ആഴ്ചയോ അല്ലെങ്കിൽ പ്രസവത്തിന് മുന്നേ ഉള്ള പീരീഡിൽ തന്നെ ഈ ലക്ഷണങ്ങൾ കണ്ടു തുടങ്ങാം. അത് മേജറായിട്ടുള്ള ഡിപ്രസീവ് ചേഞ്ചസ് ആണ് ഈ അമ്മമാരിൽ നമുക്ക് ഈ സമയത്ത് കാണാൻ പറ്റുന്നത്. ഈ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുന്നത് പോസ്റ്റ്പാർട്ടം ബ്ലൂസും വ്യത്യാസമാണ് രണ്ട്. പോസ്റ്റ്പാർട്ടം ബ്ലൂസ് എന്ന് പറയുമ്പോൾ പ്രസവത്തിന് ശേഷമുള്ള ഒരു 3 മുതൽ 4 ദിവസത്തിൽ തുടങ്ങി 5-ാമത്തെ 6-ാമത്തെ ദിവസം അതിൻ്റെ പീക്ക് ലക്ഷണങ്ങൾ കാണിച്ചു തുടങ്ങും. 12-ാമത്തെ ദിവസം ഇത് സബ്സൈഡ് ചെയ്യും. ഇപ്പോൾ പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടെ നമ്മൾ മെഡിക്കലി ഇതിനെ ഡയഗ്നോസ് ചെയ്ത് കൺഫേം ചെയ്യേണ്ട ഒരു സ്റ്റേജാണ് പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ. ഇതിൽ കാണുന്നതെന്ന് പറഞ്ഞാൽ ഡെയിലി തന്നെ അമ്മയ്ക്ക് ഭയങ്കര വിഷമമായിരിക്കും, വിഷാദരോഗം, അല്ലെങ്കിൽ പിന്നെ ഈ ചൈൽഡിൻ്റെ അടുത്തുള്ള അറ്റാച്ച്മെൻറ്റ് കുറവായിരിക്കും. പിന്നെ നമുക്ക് കാണുന്ന ചൈൽഡിനെ ചിലപ്പോൾ സ്വന്തമായിട്ട് ഉപദ്രവിക്കാനും തോന്നും, ചൈൽഡിനെ അവർക്ക് തന്നെ ഉപദ്രവിക്കാനുള്ള ടെൻഡൻസി തോന്നാറുണ്ട്. ഇതാണ് ഇതിൻ്റെ മെയിൻലി ഐഡൻറ്റിഫൈങ് മാർക്കേഴ്സായിട്ട് പറയുന്നത്. പിന്നെ ഇത് ഐഡൻറ്റിഫൈ ചെയ്യാതിരിക്കാനുള്ള ഒരു റീസൺ എന്ന് പറയുമ്പോൾ ചിലപ്പോൾ ഈ ചൈൽഡിനെ നോക്കുന്നത് തന്നെ ഒരു സ്ട്രെസ്സായിട്ട് ബാക്കിയുള്ളവർക്ക് കാണുമ്പോൾ ഇത് ഫീൽ ചെയ്യും. മേ ബി അതുകൊണ്ടായിരിക്കും ഇവരുടെ ഈ പേഴ്സണാലിറ്റി അല്ലെങ്കിൽ ഈ ലക്ഷണങ്ങൾ ഇങ്ങനെ കാണുന്നതെന്ന് ബാക്കിയുള്ളവർ വിചാരിക്കാം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രസവത്തിന് ശേഷം ഒരുപാട് ചേഞ്ചസ് ബോഡിയിലും മൈൻഡിലും നടക്കുന്നത് കൊണ്ടാണ് ഇങ്ങനൊരു പോസ്റ്റ്പാർട്ടം ഡിപ്രഷൻ എന്നൊരു കണ്ടീഷൻ സിവിയറായിട്ട് വരുന്നത്. അപ്പോൾ അത് എന്താണ് ശരിക്കും ഒരു ലേഡി ആഫ്റ്റർ ഡെലിവറി എന്താണ് സംഭവിക്കുന്നത് എന്നുള്ളത് ശരിക്കും പറഞ്ഞാൽ ഡെലിവറിക്ക് മുമ്പ് ആ ഒരു പെൺകുട്ടിയാണെങ്കിലും അവരുടെ ചുറ്റുപാടിലുള്ള ആൾക്കാരാണുള്ളത് നന്നായിട്ട് മനസ്സിലാക്കുന്ന ഒരു കാര്യമാണ്. ഒരു പക്ഷെ അത് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഒരു പരിധി വരെ നമുക്ക് ഇങ്ങനത്തെ പ്രശ്നങ്ങളെ നേരിട്ട് ഐഡൻറ്റിഫൈ ചെയ്യാനും അതിനുള്ള ഒരു മെഷർമെൻറ്റ് എടുക്കാനും പറ്റും. അപ്പോൾ ഒരു ലേഡി പ്രഗ്നൻ്റ് ആവുമ്പം ഒരു കുട്ടി വയറിനകത്ത് യൂട്രസിനകത്ത് വളരുകയാണ്. 9 മാസം ശേഷം ഇത് ഡെലിവറി കഴിഞ്ഞ് പുറത്തേക്ക് വരുമ്പോൾ ശരീരത്തിന്റെ ഭാഗമായിരുന്ന കുട്ടി പുറത്തേക്ക് വന്നു. അപ്പോൾ അതിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്നോണം ശരീരത്തിൽ ഒരുപാട് ചേഞ്ചസ് ഉണ്ടാവും. ഡെലിവറി കഴിഞ്ഞാൽ ഒറ്റ ദിവസം കൊണ്ട് തന്നെ ഏകദേശം ഒരു 5-6 കിലോ തന്നെ കുറയും. പ്ലാസൻ്റെയും കുട്ടിയും പിന്നെ കുറേ ബ്ലഡ് ലോസ് ഉണ്ടാവും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ശരീരം നന്നായിട്ട് ക്ഷീണിച്ചിരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വരും. പിന്നെ ഫീഡിങ് തുടങ്ങുകയാണ്. അമ്മ കുട്ടിക്ക് പാല് കൊടുത്ത് തുടങ്ങുന്നതോട് കൂടിയിട്ട് അതിന് വേണ്ടിയിട്ടുള്ള കുറേ ഹോർമോണൽ ചേഞ്ചസും ശരീരത്തിൽ നടക്കുന്നുണ്ടാവും. അപ്പം ഇങ്ങനത്തെ ഹോർമോണൽ ചേഞ്ചസും പെട്ടെന്നുണ്ടായ വെയിറ്റ് ലോസ്, രക്തക്ഷയം, ഇങ്ങനത്തെ ഒരുപാട് ശാരീരികമായിട്ടുള്ള മാറ്റങ്ങൾ ഓൾറെഡി അവർക്കുണ്ട്. ആ ഡെലിവറിയോട് കൂടിയിട്ട് ആ അമ്മയുടെ എല്ലാ ചിന്തകളും കുട്ടിയിലേക്ക് മാറുകയാണ്. അതായത് പുതിയൊരു കുട്ടി വരുന്നു, നമ്മളെ മാത്രം ആശ്രയിച്ച്, ആ അമ്മയെ മാത്രം ആശ്രയിച്ചിട്ടാണ് ആ കുട്ടി മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ആ കുട്ടിയുടെ കംഫർട്ടിനനുസരിച്ച് അമ്മയുടെ ജീവിത രീതികൾ മുഴുവൻ മാറുകയാണ്. അമ്മ ഉറങ്ങുന്നതും അമ്മ ഭക്ഷണം കഴിക്കുന്നതും എല്ലാ കാര്യങ്ങളും അൾട്ടിമേറ്റ്ലി കുട്ടിയെ ഡിപ്പെൻഡ് ചെയ്തിട്ടുണ്ടാവും. കുട്ടി ഉറങ്ങുമ്പോഴേ അമ്മയ്ക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ. ഇനി അമ്മയ്ക്ക് ഉറങ്ങണം തോന്നിയാലും കുട്ടി ഉണർന്ന് കരഞ്ഞാൽ പാല് കൊടുക്കേണ്ടി വരും. അപ്പോൾ അമ്മയുടെ ഉറക്കം ഡിസ്റ്റർബ് ആവും. അങ്ങനെ വരുമ്പോൾ അതൊരു മെൻ്റൽ ബുദ്ധിമുട്ടിലേക്ക് മാറും.
അങ്ങനെ പിന്നെ നമ്മൾ നോക്കിയറിയാം ഡെലിവറി കഴിഞ്ഞ് 3 മാസം വരെയൊക്കെ റെസ്റ്റ് എടുക്കുമ്പം ഒരു റൂമിനകത്ത് അല്ലെങ്കിൽ മാക്സിമം ഒരു വീട്ടിനകത്ത്. അപ്പോൾ എല്ലായിടത്തും കറങ്ങി നടന്ന അല്ലെങ്കിൽ പുറത്തൊക്കെ പോയിരുന്ന ഒരു ലേഡിയെ സംബന്ധിച്ച് കംപ്ലീറ്റ് ആയിട്ട് വീട്ടിനകത്തേക്ക് ഒതുങ്ങി കൂടേണ്ട ഒരു അവസ്ഥ, എല്ലാ റുട്ടീൻസും മാറുകയാണ്, ജീവിതത്തിലെ എല്ലാ രീതികളും മാറുകയാണ്. ഇങ്ങനെയുള്ള ഫിസിക്കൽ ആൻഡ് മെൻ്റൽ ചേഞ്ചസ് അവർക്ക് ഓൾറെഡി വരുന്നതോട് കൂടിയിട്ട് അവർ വളരെ സെൻസിറ്റീവ് ആവുകയാണ്. അപ്പം ചെറിയൊരു പ്രശ്നം വന്നാൽ പോലും അതിനെ താങ്ങാനുള്ളൊരു കപ്പാസിറ്റി എന്ന് പറയുന്നത് ഇവർക്ക് ഈ ഒരു ടൈമിൽ വളരെ കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ ചെറിയ ഇഷ്യൂസ് പോലും അവരെ ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യാം. അതാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂടെ നോക്കണ ആൾക്കാർ അവരെ ശരിക്കും ശ്രദ്ധിക്കണം, അവർക്ക് വേണ്ട കെയർ കൊടുക്കണം എന്നുള്ളതിന് കാരണം തന്നെ അവർ ആ സമയത്ത് ഫിസിക്കലി മെൻ്റലി വീക്ക് ആകുമ്പോൾ അവരെ ശ്രദ്ധിക്കണം എന്നുള്ളത് കൊണ്ടാണ് എന്നാണ് നമുക്ക് ശരിക്കും ആൾക്കാർ മനസ്സിലാക്കുന്ന ഒരു കാര്യം. അതാണ് ശ്രദ്ധിക്കേണ്ട ഒരു ആസ്പെക്ട് ശരിക്കും ഡെലിവറിക്ക് മുമ്പേ തുടങ്ങുകയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഈ ടേം തന്നെ ഇപ്പോൾ ശരിയാണോ എന്ന് വരെ മെഡിക്കൽ ലോകം അന്വേഷിച്ചു തുടങ്ങി. കാരണം 50% കേസുകളിലും ഡെലിവറിക്ക് മുമ്പ് തന്നെ പ്രഗ്നൻസി പീരീഡിൽ തന്നെ ഈ ഡിപ്രസീവ് പ്രോസസ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് ഇപ്പോൾ അതിനെ കൂടുതൽ പേരും അഡ്രസ്സ് ചെയ്യുന്നത് ഒരു ഡിപ്രസീവ് ഡിസോർഡർ വിത്ത് എ പെരിപാർട്ടം ഓൺസെറ്റ് എന്നാണ് പറയുന്നത്. ഒരു ഡെലിവറി കഴിഞ്ഞ് പെട്ടെന്ന് ഒരു ദിവസം ഉണ്ടാകുന്നൊരു കണ്ടീഷൻ അല്ല എന്നുള്ള രീതി. ഈ പറഞ്ഞത് വളരെ റിലവൻ്റ് ആണ്. ശരിക്കും പറഞ്ഞാൽ നമ്മളെപ്പോഴും പറയുമല്ലോ, ഒരു പ്രസവം കഴിയുമ്പോൾ ഒരു കുഞ്ഞു മാത്രമല്ല ഒരു അമ്മയും കൂടിയാണ്, ഒരു അച്ഛനും കൂടിയാണ് ജനിക്കുന്നത് എന്നുള്ളത്. ആ ഒരു മാറ്റം എന്ന് പറയുന്നത് ആക്സെപ്റ്റ് ചെയ്യാനുള്ള ഒരു സമയം അല്ലെങ്കിൽ ഒരു മാനസികാവസ്ഥ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രസവം കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കുഞ്ഞിന് കൂടുതൽ ഇമ്പോർട്ടൻസ് വരികയും അതുവരെ കെയർ കിട്ടിക്കൊണ്ടിരുന്ന ഒരു അമ്മയ്ക്കോ അല്ലെങ്കിൽ ആ കപ്പിൾസിനോ ഇമ്പോർട്ടൻസ് കുറഞ്ഞു പോവുകയും ചെയ്യുന്ന ഒരു സൊസൈറ്റി ഇതും കൂടിയുണ്ട്. അപ്പോൾ ഇതിൻ്റെ കാരണങ്ങൾ അന്വേഷിച്ച് പോകുമ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷന് പ്രത്യേകിച്ച് കാരണങ്ങളായിട്ട് ഇന്നതാണ് കാരണമെന്ന് എടുത്തു പറയാൻ ശരിക്കും നമുക്ക് ഒന്നുമില്ല. മെയിനായിട്ട് അതിലുണ്ടാവുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹോർമോണൽ ഇംബാലൻസ് ആയിരിക്കും. കാരണം പെട്ടെന്ന് തന്നെ ഡെലിവറി കഴിയുമ്പോൾ, ഈ പറഞ്ഞ പോലെ ഡെലിവറിക്ക് മുന്നേ തുടങ്ങിയിട്ടുണ്ടാവാം, ഡെലിവറി കഴിയുമ്പോൾ ഹോർമോൺസ് വളരെയധികം വ്യതിയാനങ്ങൾ ഹോർമോണിൻ്റെ ലെവലിൽ വരുന്നു. അത് കഴിഞ്ഞിട്ട് ബ്രസ്റ്റ് ഫീഡിങ്ങിനുള്ള ഹോർമോൺസ് വരുന്നു, പല ചേഞ്ചസും വരുന്നു. ഈ വ്യതിയാനങ്ങൾ ബോഡി അഡ്ജസ്റ്റ് ചെയ്യാൻ എടുക്കുന്ന ഒരു സമയത്ത് വരുന്നതാവാം ഇത്. അതുപോലെ തന്നെ ഒരു കുഞ്ഞു വന്നാൽ നമുക്കറിയാം ആ കുഞ്ഞിൻ്റെ സ്ലീപ്പ് റെഗുലേഷനൊക്കെ വരാൻ ഒരുപാട് കാലം എടുക്കും. അതോടൊപ്പം തന്നെ അമ്മയുടെ സ്ലീപ്പും ഡിസ്റ്റർബ്ഡ് ആവുകയാണ്. അപ്പം ഒരു പ്രസവമൊക്കെ കഴിയുമ്പോൾ നമുക്ക് ഒന്ന് ഉറങ്ങാനോ ഒന്ന് റെസ്റ്റ് എടുക്കാനോ തോന്നുന്ന സമയത്ത് നമുക്കത് എടുക്കാൻ പറ്റാതെ ആവുമ്പോൾ വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആവാം, വളരെയധികം ഡിപ്രസ്ഡ് ആവാം. ആ ഡിപ്രഷൻ തുടർന്ന് പോയിട്ട് അത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷനിലേക്ക് പോവാം. അപ്പം ഈ ഹോർമോണൽ വ്യതിയാനങ്ങളാണ് ഇതിൻ്റെ മെയിൻ റീസൺ ആയിട്ട് പറയുന്നത്, കപ്പിൾഡ് വിത്ത് ഈ സ്ട്രെസ് ആൻഡ് സ്ലീപ്പ് ഡിസ്റ്റർബൻസസ്. പിന്നെ എനിക്ക് തോന്നുന്നു കുറേയൊക്കെ സൊസൈറ്റിക്കും ഒരു റോള് ചിലപ്പം ഇതിനകത്ത് ഉണ്ടാവാം. ഈ കുഞ്ഞിന് ശ്രദ്ധ കൊടുക്കുന്നതിൻ്റെ കൂട്ടത്തിൽ അമ്മയ്ക്കുള്ള ശ്രദ്ധ കുറഞ്ഞു പോവുകയും അല്ലെങ്കിൽ ഉറങ്ങുന്നതൊരു തെറ്റായിട്ടോ അല്ലെങ്കിൽ പാല് വരാത്തതൊരു തെറ്റായിട്ടോ അങ്ങനെ പലതും നമ്മുടെ കുറ്റമായിട്ട് അറിഞ്ഞോ അറിയാതെയോ ചുറ്റുമുള്ളവർ പറയുന്നതൊക്കെ വളരെ ഡീപ്പായിട്ട് എടുക്കുകയും അത് ഡിപ്രഷനിലേക്ക് പോവുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാവാം. പിന്നെ ഇതിന് കാരണമെന്ന് പറയാൻ പറ്റില്ല, കുറേ റിസ്ക് ഫാക്ടേഴ്സ് ആക്ച്വലി പറയാം. മുന്നേ ഡിപ്രഷൻ്റെ എപ്പിസോഡ് ഉണ്ടായിരുന്നവർ അല്ലെങ്കിൽ പ്രീ മെൻസ്ട്രുവൽ സിൻഡ്രോംസ്, ഈ മെൻസ്ട്രേഷൻ വരുന്ന സമയത്ത് ഇതുപോലെ ഡിപ്രഷൻ എപ്പിസോഡ്സോ ഫ്രസ്ട്രേഷൻസോ ഒക്കെ വന്നിരുന്ന ആൾക്കാരിൽ ഇത് ഉണ്ടാവാൻ സാധ്യത വളരെ കൂടുതലാണ്. വളരെ ഹൈ റിസ്ക് പ്രഗ്നൻസി അല്ലെങ്കിൽ പ്രഗ്നൻസിയുടെ ഈ ബർത്തിൻ്റെ സമയത്ത് ഒരുപാട് ബുദ്ധിമുട്ട്, എമർജൻസി സി സെക്ഷൻ വരിക, അല്ലെങ്കിൽ ഇപ്പോൾ ഹൈപ്പറെമിസിസ് പോലെ 9 മാസവും ഛർദ്ദിച്ചുകൊണ്ടിരിക്കുക, അതൊക്കെ ഒരു അന്ന് മുതലേ ബിൽഡ് ചെയ്ത് വരുന്ന ഒരു സ്ട്രെസ്. അത് കഴിഞ്ഞ് കുഞ്ഞ് വരുമ്പം ഈ ഉറക്കമെല്ലാം ഡിസ്റ്റർബ്ഡ് ആകുമ്പോൾ പിന്നെയും ബിൽഡ് ചെയ്ത് ഡിപ്രഷനിലേക്ക് പോകാം. അങ്ങനെ ഒരുപാട് ഫാക്ടേഴ്സ് ഇതിനകത്ത് ഉണ്ട്. എനിക്കൊന്ന് തൈറോയിഡിൻ്റെ ഒരു എന്താ പറയുക ഡിസോർഡേഴ്സ്, തൈറോയിഡ് ഡിസ്ഫങ്ഷൻസ് എന്ന് പറയുന്നത് ഇതിലൊരു ഫാക്ടർ ആവാം. ഓൾറെഡി സൈക്കോസൊമാറ്റിക് ആയിട്ടുള്ള അസുഖങ്ങൾ ഉള്ളവർ, ഇപ്പോൾ ഫൈബ്രോമയാൾജിയ പോലത്തെയോ അല്ലെങ്കിൽ ഇറിറ്റബിൾ ബവൽ സിൻഡ്രോം പോലത്തെയോ ഒക്കെ ഉള്ള അസുഖങ്ങളിലുള്ള അമ്മമാർക്ക് ഇത് വരാം. ഓൾറെഡി ചാലഞ്ചിങ് ആയിട്ടുള്ള ഇത് ശരിക്കും നമ്മൾ പലരും വിചാരിക്കുന്ന ആദ്യത്തെ പ്രസവത്തിൽ മാത്രമേ വരുന്നുള്ളൂ എന്നുള്ളത്. പക്ഷെ അങ്ങനെയല്ല, ശരിക്കും 2ാമത്തെ പ്രസവത്തിലും 3ാമത്തെ പ്രസവത്തിലും ഒക്കെ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ശരിക്കും വരാം. ടൈം പീരീഡും അതായത് 5 വർഷം വരെ അതിനുള്ളിൽ എപ്പോൾ വേണമെങ്കിലും വരാം എന്നുള്ളൊരു തോട്ടാണ്. അതെ. അപ്പോൾ അതൊരു പലരും മിസ്കൺസെപ്ഷൻ ഉള്ള ഒരു കാര്യമാണ്. അത് ആദ്യത്തെ പ്രസവത്തിൽ മാത്രമേ ഉള്ളൂ, ഒന്ന് പ്രസവിച്ചതല്ലേ, രണ്ടാമത് എന്താ നിനക്ക് ഇങ്ങനെ എന്നുള്ള ചോദ്യങ്ങളൊക്കെ പലർക്കും കേൾക്കേണ്ടി വരാറുണ്ട്. അപ്പോൾ ആ സമയത്തും വരാം. ആദ്യത്തെ കുട്ടിക്ക് വല്ല സോഷ്യലി ചാലഞ്ചിങ് ആയിട്ടുള്ള എന്തെങ്കിലും ഡിസബിലിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അപ്പം അമ്മയ്ക്ക് വീണ്ടും 2ാമതൊരു കുട്ടി വരുമ്പോൾ സ്ട്രെസ് ആകുമ്പം അങ്ങനെ വരാം. അമ്മയ്ക്കോ അച്ഛനോ, അമ്മയ്ക്ക് എടുത്ത് വരുന്നു എന്നേ ഉള്ളൂ, അമ്മയ്ക്കോ അച്ഛനോ അങ്ങനെ വരാം.
പിന്നെ ഫാമിലി സപ്പോർട്ടുള്ള ഇല്ലാത്തവർ, ഒറ്റയ്ക്ക് കുഞ്ഞിനെ നോക്കുന്നവർ, ഡൊമസ്റ്റിക് വയലൻസിന് ഇരയായിട്ടുള്ളവർ, ഇതുപോലെ ഒരുപാട് കുത്തുവാക്കുകളൊക്കെ കേൾക്കേണ്ടി വരുന്നവർ, ഇത് പറയാൻ പേടിയുള്ളവർ, ഇങ്ങനത്തെവർക്കൊക്കെ ശരിക്കും വരാൻ സാധ്യതയാണ് ശരിക്കും. അപ്പം ഇതിനൊരു ഇന്ന കാരണം എന്നില്ല. എന്തുകൊണ്ടാണ് ഇങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് കാരണം എടുത്ത് പറയാനുണ്ടാവില്ല. പക്ഷെ ഒരുപാട് ഫാക്ടേഴ്സ് ഇതിൽ ഇൻവോൾവ് ആണ് എന്നുള്ളതാണ് ശരിക്കും എല്ലാവരും മനസ്സിലാക്കേണ്ടത്. ഈ മാനേജ്മെൻറ്റ് സൈഡിലൊക്കെ നമ്മൾ വിശദമായിട്ട് പറയുന്നൊരു കാര്യമായിരിക്കും ഈ നമ്മുടെ ഈ സൂതിക പരിചര്യ എന്ന് പറഞ്ഞിട്ട് ആയുർവേദത്തിലും അല്ലെങ്കിൽ തദ്ദേശീയമായിട്ട് ട്രഡീഷണലായിട്ട് ഇതിനെ പ്രിവെൻറ്റ് ചെയ്യത്തക്ക രീതിയിലോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്യത്തക്ക രീതിയിലോ കുറേ പ്രാക്ടീസുകൾ പല നാടുകളിലും ഉണ്ട്. ഈ കോസുകൾ നമ്മൾ നോക്കുമ്പോൾ ഇൻട്രസ്റ്റിംഗ്ലി ഇപ്പോഴത്തെ കമ്മ്യൂണിറ്റി ഒത്തിരി മാറി. അന്നത്തെ ഒരു ഡിപ്പെൻഡൻസിന്നോ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് ലിവിങ്ങിനേക്കാൾ കൂടുതൽ ഇൻഡിവിജ്വലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ടെക്നോ സെൻട്രിക് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയിലേക്ക് വന്നതോട് കൂടിയിട്ട് ഇങ്ങനെയുള്ള പ്രൊസീജിയേഴ്സിലോ പ്രോസസ്സുകളിലോ വിശ്വാസം നഷ്ടപ്പെടുക, അതല്ലെങ്കിൽ അതിനോട് ആക്സസ് ഇല്ലാതിരിക്കുന്ന സാഹചര്യങ്ങൾ, ഇതൊക്കെ വളരെ കോമൺ ആണ്. ഇത് രണ്ടും ഈ PPD എന്ന് പറയുന്നത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഒരു കോസാണ്. ഒന്ന്, അയ്യോ പ്രസവം അല്ലെങ്കിൽ ഇതിനോടനുബന്ധിച്ച് എനിക്ക് ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യേണ്ടതില്ലേ, ഇപ്പോഴത്തെ എൻ്റെ ഒരു സാഹചര്യത്തിൽ എനിക്കത് സാധിക്കില്ലല്ലോ, അങ്ങനെയുള്ളൊരു വെറി ഇതിന് കാരണമാവാം. അതിൻ്റെ ഒരു ഫ്ലിപ്പ് സൈഡ് എന്ന് പറയുന്നത് ഇതെനിക്ക് ചെയ്യേണ്ടി വരുമോ എന്നുള്ളൊരു പേടി. പലപ്പോഴും ആ ഒരു സാഹചര്യം വരുമ്പോൾ പെട്ടെന്ന് വീട്ടുകാരൊക്കെ എല്ലാവരും ചുറ്റും കൂടുന്നു, കുറേ ഇതേവരെ കേൾക്കാതെ കുറേ കാര്യങ്ങൾ ചെയ്യിക്കുന്നു. അങ്ങനെയൊക്കെ വരുമ്പോൾ അത് തന്നെ ഇതിനൊരു കോസായിട്ട് ഇപ്പോൾ ആൾക്കാർ കാണുന്നുണ്ട്. പലപ്പോഴും ഫാമിലിയിൽ നിന്നുള്ള പ്രഷർ കാരണം മൂലം ഈ പ്രസവരക്ഷ ചെയ്യുന്ന ആൾക്കാരുണ്ട്. മേ ബി ഒരു ആയുർവേദിക് ട്രീറ്റ്മെൻറ്റ് എടുക്കുക എന്നുള്ളതല്ല, ട്രഡീഷണലായിട്ട് അവർ ഞങ്ങളിതുപോലെ ചെയ്തതാണ്, അത് കാരണം കൊണ്ട് നിങ്ങളിത് കണ്ടിന്യൂ ചെയ്യണം എന്ന് ഫോഴ്സ്ഫുള്ളി ചെയ്യുന്ന കുറേ ഈവൻ തോ അവർ ആയുർവേദം അല്ലെങ്കിൽ അത് കറക്റ്റ് ചെയ്യണം എന്ന് വിചാരിച്ചാൽ പോലും ഫാമിലി പ്രഷർ കാരണം അവരുടേതായിട്ടുള്ള ട്രഡീഷണൽ മെത്തേഡും കൂടി അവർ ഫോളോ ചെയ്യുന്നതാണ്. നമുക്കൊരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ നമ്മൾ എപ്പോഴാണ് ഇത് മനസ്സിലാവുക, ലൈക്ക് ഈ ഒരു വ്യക്തിക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ആണോ അതോ പോസ്റ്റ്മോർട്ടം ബ്ലൂസ് ആണോ എന്നുള്ളത്. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ബ്ലൂ എന്ന് പറയുന്നത് ആ ഒരു സ്റ്റേജ് എന്ന് പറയുന്നത് പ്രസവാനന്തരം സംഭവിക്കുന്നതാണ്. ഒരു അപ് ടു 12 വീക്സ് നമ്മൾ ഒരു പുതിയ അമ്മയാണ്, അപ്പോൾ ഒന്നും അറിയില്ല. അവർ ലോട്ട് ഓഫ് ഒരു ഇമോഷൻസ് ആയിക്കോട്ടെ, അവരുടെ ചുറ്റും ആയിക്കോട്ടെ, ഒരു മൂന്നാമത്തെ ഒരാൾ അവരുടെ ഇടയിൽ വരികയാണ്, കപ്പിൾസിൻ്റെ ഇടയിൽ വരികയാണ്. അപ്പോൾ ആ സമയങ്ങളിൽ അവർക്ക് എന്താ പറയുക, ഒരു ഡെയിലി റുട്ടീൻ അവരുടെ എല്ലാം മാറുകയാണ്. അവരുടെ ബേസിക്കലി അവരുടെ ലൈക്ക് ബോഡി ഫുൾ വീക്കാണ്. അതല്ലാണ്ട് അവരുടെ കൂടുതലുള്ള പാർട്ട്ണർ അവരുടേതായിട്ടുള്ള ഇൻവോൾവ്മെൻറ്റും കുറച്ച് കുറയും. കാരണം ഇദ്ദേഹം പാൽ കൊടുക്കുന്ന അമ്മയായതുകൊണ്ട് കൂടുതൽ അധികം സമയം സ്പെൻഡ് ചെയ്യാൻ കിട്ടുന്നില്ല. ഇമോഷണൽ വൈസ് ഭയങ്കരമായിട്ട് ഡിസ്റ്റർബ് ആവുന്ന ഒരു ടൈമാണ്. അതുപോലാണ്ട് ശാരീരികമായിട്ട് അവർ വളരെ വീക്കാണ്. അപ്പോൾ ആ ടൈമിൽ കുറേ വ്യത്യാസങ്ങൾ അവരുടെ ബോഡിയിൽ വരികയാണ്. അപ്പോൾ ഒരു 12 വീക്സ് മിനിമം എടുക്കും അവർക്ക് ഈ ഒരു പ്രോസസ്സായിട്ട് അഡ്ജസ്റ്റ് ആയി പോകാൻ. അപ്പോൾ നമ്മൾ പലപ്പോഴും ഒരു 12 വീക്സിനുള്ളിൽ നമുക്ക് ഒരിക്കലും ഒരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷനാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് പോസ്റ്റ്മോർട്ടം ബ്ലൂസ് ആണ്. അത് സ്റ്റാർട്ടിങ് സ്റ്റേജാണ്, ഒരു സ്റ്റേജാണ്, അതൊരു കണ്ടീഷൻ അല്ല. ഈ കണ്ടീഷനായിട്ട് മാറുന്നത് മോർ ദാൻ 12 വീക്സ് ആകുമ്പോഴാണ്. അവർക്ക് ഇതേമാതിരി അത് കൂടുതലായി മാറുന്നു. ഇതേപോലെ പാർട്ട്ണറായിട്ടുള്ള ഡിസ്റ്റൻസ് കൂടുന്നു. അതേപോലെ തന്നെ ഫാമിലിയായിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നില്ല, കുട്ടിയായിട്ട് അറ്റാച്ച് ചെയ്യാൻ പറ്റുന്നില്ല. കുട്ടിയുടെ ഇൻവോൾവ്മെൻറ്റ് വെച്ചാൽ കുട്ടി അടുത്ത് ഫുൾ ടൈം കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അത് ഭയങ്കരമായിട്ട് നമുക്ക് ഡിസ്റ്റർബ് ആവിടും. നമുക്കത് ഒന്നും ശരിയാവുന്നില്ല. അവരുടെ ഡെയിലി റുട്ടീൻ അല്ലെങ്കിൽ അവർ ഫോളോ ചെയ്യുന്ന കുറേ കാര്യങ്ങളൊന്നും അവർക്ക് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിലാണ് അത് PPD ആയിട്ട് നമുക്ക് കണക്കാക്കപ്പെടുക. അപ്പം PPDയിൽ മെയിനായിട്ട് ഇങ്ങനത്തെ ഒരു ഡിസ്റ്റർബൻസ് ആയിട്ട് മൊത്തത്തിൽ അവരുടെ താളം തെറ്റുകയാണ്. പിന്നെ ഈ ഇപ്പോൾ കുട്ടിയൊക്കെ പാൽ കുടിക്കുമ്പോൾ ഇതെന്താ നിർത്താട്ടെ എന്നൊക്കെ ഒരു ചോദ്യം വരും. അപ്പോൾ അത് കഴിഞ്ഞ് ചില സാഹചര്യം പല തോട്ട്സ് നമ്മുടെ ഉള്ളിൽ കൂടെ പോകും. ഈ കുട്ടീനൊന്നും അങ്ങോട്ട് എറിഞ്ഞാലോ, അല്ലെങ്കിൽ അങ്ങോട്ട് മാറ്റി കിടത്താം, ആരെങ്കിലും എടുത്തോണ്ട് പോ, അല്ലെങ്കിൽ ഇതെന്തോ കുറേ ചിന്തകൾ നമ്മുടെ മനസ്സിൽ വരും. ഇതിൻ്റെ മൂന്നാമത്തെ ഒരു സ്റ്റേജാണ് പോസ്റ്റ്മോർട്ടം സൈക്കോസിസ്. ആ ടൈമിലാണ് നമുക്ക് ഏറ്റവും കൂടുതൽ തോട്ട്സ് മാത്രമല്ല അത് പ്രവൃത്തിയിലും കൂടി വരികയാണ്. കുട്ടീനെ ഉപദ്രവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ തള്ളിയിടാൻ തോന്നുക, അല്ലെങ്കിൽ തള്ളിയിടുക ചെറുതായിട്ടോ അല്ലെങ്കിൽ കുറച്ച് കൂടുതലായിട്ടോ എങ്ങനെ വേണമെങ്കിൽ നമുക്കത് ചെയ്യാം. അതുപോലെ പാർട്ട്ണറായിട്ട് നല്ലോണം ദേഷ്യപ്പെടുക, മേ ബി ചില ഡെലൂഷൻസും ഹാലൂസിനേഷൻസ് ഒക്കെ വരും പോകെ. ഇതൊക്കെ കണ്ടിന്യൂസ് പ്രോസസ്സാണ്. ജസ്റ്റ് ലൈക്ക് ദാറ്റ് ഒരു സൈക്കോസിസ് ആയിട്ട് മാറുന്നതല്ല. മേ ബി ഇവർക്കൊരു മുന്നേ തന്നെ ഒരു ഡിപ്രഷൻ ഉണ്ട്, അല്ലെങ്കിൽ ഇതിന് മുന്നേ തന്നെ വേറെ സൈക്കോസിസ് ആയി കണ്ടീഷൻ ഉണ്ടെങ്കിൽ പോലും ഇതൊരു പോസ്റ്റ്മോർട്ടം സൈക്കോസിസ് ആവാനുള്ള ചാൻസും ഉണ്ട്. അപ്പം അങ്ങനെയാണ് ഈ ഒരു 3 ടൈപ്പായിട്ടാണ് അത് സ്റ്റേജസ് ആയിട്ടാണ് ഇങ്ങനെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ വരിക.
അതിലൊരു പ്രധാന ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഈ PPD-യിൽ ഇങ്ങനെയുള്ള ചിന്തകളാണെങ്കിൽ സൈക്കോസിസിൽ അങ്ങനെ ചെയ്യുമോ എന്നുള്ളൊരു ആശങ്ക, അങ്ങനത്തെ ഇൻസിഡൻസും ഈ അടുത്ത കാലം പോലും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് ഫേവറബിൾ ആയിട്ടുള്ളൊരു ഫാക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊക്കെ തന്നെ ഒത്തിരി മുമ്പേ അതിൻ്റെ പല ലക്ഷണങ്ങൾ ഇവർ കാണിക്കും. അത് നമ്മൾക്ക് കൃത്യമായി തിരിച്ചറിഞ്ഞ് ഇൻ്റർവീൻ ചെയ്യാനുള്ള ഒരു അവബോധം അവരുടെ ചുറ്റുമുള്ള ആളുകൾ പ്രത്യേകം ശ്രദ്ധിച്ചിരിക്കുക എന്നുള്ളതാണ്. ഈ പറഞ്ഞ മെയിൽസിനെയും എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളത് പറഞ്ഞല്ലോ. അപ്പം അതിൽ ലീഡിങ് കോസ് എന്ന് പറയുന്നത് ഇപ്പം ഈ ആസ് എ കെയർ ഗീവർ അല്ലെങ്കിൽ ഒരു പാർട്ട്ണർ ഈ കുഞ്ഞിനെ സപ്പോർട്ട് ചെയ്യാനുള്ള പ്രാപ്തി എനിക്കുണ്ടോ, അല്ലെങ്കിൽ ഞാൻ വിൽ ഐ ബി എ ഗുഡ് പാരൻറ്റ് എന്നുള്ള ചോദ്യം തന്നെ ഒരു ഇങ്ങനെയുള്ള കണ്ടീഷനിലേക്ക് നീങ്ങാം. ഫിനാൻഷ്യൽ ഇഷ്യൂസ് ഒരു മേജർ കാര്യമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിനി എങ്ങനെ ഇവർക്ക് പ്രൊവൈഡ് ചെയ്യും എന്നൊക്കെ ഉള്ള ആശങ്കകൾ അത് പലപ്പോഴും പാരന്റ്സില് മദറിനേക്കാളും ഫാദറിനാണ് അങ്ങനത്തെ ഒരു ലോങ് ടേം റെസ്പോൺസിബിലിറ്റീസ് എപ്പോഴും ഫാദറിന്റെ സൈഡിൽ നിന്നാണ്. അമ്മയെ സംബന്ധിച്ച് അന്നുള്ള കാര്യങ്ങൾ ചെയ്തു പോണ ചിന്തകൾ മാത്രമേ ആ സമയത്ത് വരുള്ളൂ. പക്ഷെ ഒരു അച്ഛനെ സംബന്ധിച്ച് അങ്ങനെയല്ല. അതൊരു പഠിത്തവും അങ്ങനെ ഭാവി അധികം ചിന്തിച്ചു പോണത് ശരിക്കും ഫാദേഴ്സാണ്. നമ്മുടെ മെയിൻ ഫോക്കസ് ഇപ്പോഴും സ്ത്രീക്കാണ് കൊടുക്കുക. പക്ഷെ കൂടെ നിൽക്കുന്ന പാർട്ട്ണർ ആസ് മെയിൽ അവർ കടന്നു പോകുന്ന സ്റ്റേജ് വളരെ വളരെ ഇതിന് ലൈക്ക് ഒരു സിമിലാരിറ്റി ഭയങ്കരമായിട്ടുണ്ട്. ഈവൻ ഇപ്പോൾ അമ്മ ലൈക്ക് പാൽ കൊടുക്കുന്ന സമയത്ത് കുട്ടി വല്ലാണ്ട് കരയാണ്. ഇവൻച്വലി അത് അവരെയും ബാധിക്കും. അവരുടെ സ്ലീപ്പ് ഡിസ്റ്റർബ് ആവുകയാണ്. ഇവരും കുട്ടീനെ എടുത്ത് നടക്കാനും അല്ലെങ്കിൽ രാത്രി ഉറങ്ങുമ്പോൾ എന്താ പറയുക നമ്മൾ എടുത്ത് താരാട്ട പാടാനൊക്കെ പോവും. അപ്പോൾ അമ്മയ്ക്ക് റെസ്റ്റ് കിട്ടിക്കോട്ടെ എന്ന് പറഞ്ഞിട്ട്. പക്ഷെ പിറ്റേ ദിവസം വർക്കിന് പോകുമ്പോൾ അത് വർക്ക് ലൈഫ് ബാലൻസിനെയും അത് നന്നായിട്ട് എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ കണ്ടീഷൻ അങ്ങനെ കുറേ വരുന്നുണ്ട് കേസുകളൊക്കെ. പിന്നെ എനിക്ക് തോന്നുന്നു മെയിൽ പാർട്ട്ണർ കുറച്ച് കൺഫ്യൂസ്ഡും കൂടി ആയിരിക്കും തോന്നുന്നു. കാരണം അമ്മയ്ക്കും കുട്ടിക്കും ശ്രദ്ധയുണ്ട്. ഇതിൽ ഞാൻ എന്ത് ചെയ്യണം, കുട്ടീനെ നോക്കണോ, ദേഷ്യപ്പെടുന്ന അമ്മയെ നോക്കണോ, ഇതിലൊരു പ്രശ്നമാണോ എന്നുള്ളൊരു കൺഫ്യൂഷനും കൂടെ അവരുടെ ഉള്ളിലേക്ക് വരും. ഇത് എക്സ്പ്രസ് ചെയ്യാനും ബുദ്ധിമുട്ടാണ്. വീട്ടുകാരുടെ അടുത്ത് ഇത് പറയാനോ അല്ലെങ്കിൽ മറ്റൊരാളുടെ അടുത്ത് ഇത് സഹായം ചോദിക്കണം എന്ന് പോലും അവർക്ക് മനസ്സിലാവാത്തൊരു കൺഫ്യൂസ്ഡ് സ്റ്റേറ്റ് ഭയങ്കരമായിട്ട് ഈ മെയിൽ പാർട്ട്നേഴ്സിലെ കാരണങ്ങളാണ് കുറേ ചിന്തകൾ. അപ്പോൾ കുഞ്ഞായി അമ്മയായി വീട്ടുകാരും എല്ലാവരും അങ്ങോട്ട് പോകുന്നു, ഞാനവിടെ ഒറ്റപ്പെടുന്നു എന്നൊക്കെ ഉള്ളൊരു ആശങ്ക ഇവിടെ വരുന്നു. ഇതിലിപ്പം ഡോക്ടർ ഇപ്പം പല കണ്ടീഷൻസും കാര്യങ്ങളൊക്കെ പറഞ്ഞു. അപ്പം അതിൽ നമ്മൾ ഓരോ ലക്ഷണങ്ങളും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കുകയാണെങ്കിൽ ഇപ്പം വിശപ്പില്ലായ്മ തൊട്ട് എന്താ പറയുക ഏറ്റവും അപകടമാകുന്നൊരു സിറ്റുവേഷൻ വരെ നമുക്ക് ഇതിനകത്ത് ഓരോ സിംറ്റംസ് ആയിട്ട് പറയാൻ പറ്റുന്നുണ്ട്. ഇപ്പം പ്രസവം കഴിഞ്ഞ ഉടനെ ഇപ്പം വെയിറ്റ് ലോസ് കാര്യങ്ങൾ അല്ലെങ്കിൽ വെയിറ്റ് കുറയുന്ന കാര്യങ്ങളും എല്ലാം പറഞ്ഞു. അപ്പം അതുകൊണ്ട് ചിലർക്ക് ചിലപ്പോൾ വിശപ്പില്ലായ്മയായിരിക്കും, ചിലപ്പോൾ ഓവർ ഈറ്റിംഗ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തോ അവരുടെ ആ ഒരു സ്ട്രെസ്സിനെ റിലീവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ ചിലപ്പം നന്നായിട്ട് ഭക്ഷണം കഴിക്കുന്നതായിരിക്കാം ചിലപ്പോൾ. അതേപോലെ തന്നെ ഉറക്കത്തിൻ്റെ പ്രശ്നം, അതിപ്പോൾ കുഞ്ഞ് കരയുന്ന കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ ആയിരിക്കാം. ചിലപ്പോൾ അതല്ലാതെ തന്നെ അവർക്ക് ഒരു കുഞ്ഞ് ഉറങ്ങുകയാണെങ്കിൽ പോലും ആ ഒരു റെസ്റ്റിംഗ് പീരീഡിൽ ചിലപ്പോൾ അവർക്ക് ആ ഒരു ഉറക്കത്തെ എന്താ പറയുക നല്ല രീതിയിൽ കിട്ടിക്കൊള്ളണം എന്നില്ല, പല പല തോട്ട്സ് കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. അപ്പം ചിലപ്പോൾ നല്ല ആക്റ്റീവായിട്ട് ഇരുന്ന ഒരാളായിരുന്നു കാണാം. ചിലപ്പോൾ പ്രഗ്നൻസി ടൈമിൽ പോലും തന്നെ നല്ല ആക്റ്റീവായിട്ട് സംസാരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്തുകൊണ്ടിരുന്ന ഒരാളായിരിക്കാം. പെട്ടെന്ന് ഡെലിവറി ആയി കഴിയുമ്പോൾ ബേബി വന്നു കഴിയുമ്പോഴത്തേക്കും അവർക്ക് പെട്ടെന്ന് അങ്ങ് സൈലൻ്റ് ആയി പോവുക, അതല്ലെങ്കിൽ പെട്ടെന്ന് ദേഷ്യം വരിക, ഒറ്റപ്പെട്ടിരിക്കുക, ആവശ്യമില്ലാത്ത തോട്ട്സ് അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കൊക്കെ പോവുക. പിന്നെ ഒരു കാര്യം വരുന്നത് ഇപ്പോൾ ബാക്കിയുള്ളവർ എന്ത് ചിന്തിക്കും എന്നെപ്പറ്റി. ഞാനിപ്പം പിന്നെ ഒരു നാണക്കേട്, ഞാനിപ്പോൾ ചിലർക്ക് ഇപ്പം നേരത്തെയൊക്കെ പ്രഗ്നൻ്റ് ആവുന്ന അങ്ങനത്തെ കേസുകളൊക്കെ വരുമ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ കൂടെ ചുറ്റും അടിച്ചു പൊളിച്ചൊക്കെ നടക്കുമ്പോൾ ഞാനിങ്ങനെ ഒരു ഇതിൽ ലൈഫിലേക്ക് പോയല്ലോ, അല്ലെങ്കിൽ ഞാനിങ്ങനെ ഒതുങ്ങിക്കൂടേണ്ടി വന്നല്ലോ, അങ്ങനെയൊക്കെ ഉള്ളൊരു തോട്ട്സ് വരുമ്പോഴത്തേക്കും എല്ലാ ബ്ലെയിമിങ്ങും വരുന്നത് ചുറ്റുമുള്ളവരിലേക്കൊക്കെ ആയിരിക്കും. അപ്പം ആ ഫാമിലി ഒബ്സർവ് ചെയ്യുമ്പോഴത്തേക്കും ഇത് ആൾക്ക് എന്താ സംഭവിച്ചതെന്നുള്ളത് പോലും ചിലപ്പോൾ പുറത്തേക്ക് വരണം എന്നില്ല. അപ്പോൾ ചില കേസുകളിൽ നമുക്ക് ഓവർ തിങ്കിങ്ങിൻ്റെ ഒരു എക്സ്ട്രീം വേർഷനൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർ. അപ്പം ചില കേസുകളിൽ കുട്ടി കരഞ്ഞാൽ ഇപ്പം എന്തിനാണ് കുട്ടി കരയുന്നത്, കരഞ്ഞില്ലെങ്കിൽ ഇപ്പം എൻ്റെ കുട്ടിക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ, കൂടുതൽ നേരം ഉറങ്ങിയ പ്രശ്നം, അങ്ങനെ ഇപ്പോൾ വയറ്റിൽ നിന്ന് പോയില്ലെങ്കിൽ അയ്യോ ഇപ്പം എൻ്റെ കുട്ടിക്ക് വേറെ എന്തെങ്കിലും കുഴപ്പം. അപ്പം അങ്ങനെയുള്ള ഓരോ തോട്ട്സും അവരെപ്പോഴും ഇങ്ങനെ എന്താ പറയുക ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ അതിൻ്റെ കൂടെ ചിലപ്പോൾ ഫാമിലി നോക്കുമ്പോഴേക്കും ഓക്കെ ഇപ്പോൾ സെക്കൻഡ് ഡെലിവറി കേസുകളൊക്കെയാണല്ലോ, ഓൾറെഡി ഒരു ഡെലിവറി കഴിഞ്ഞതല്ലേ എന്നുള്ള രീതിയിൽ അവർ അല്ലെങ്കിൽ കെയർ ചെയ്യുന്നുണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും. ഇപ്പം എല്ലാവർക്കും ഒരേ രീതിയിലുള്ള കെയറും ആയിരിക്കില്ല ചിലപ്പോൾ വേണ്ടത്. ചിലർക്ക് അവരെ ആ ഒരു എന്താ പറയുക കുട്ടിയായിട്ടുള്ള ഒരു ബോണ്ടിങ് കീപ്പ് ചെയ്തുകൊണ്ട് മറ്റു കാര്യങ്ങളിലായിരിക്കും ചിലപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്യേണ്ടത്. ചിലർക്ക് കുട്ടീനെ നമ്മൾ കെയർ ചെയ്യുന്നതായിരിക്കും ഓരോ താല്പര്യം. അപ്പം നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ഫാമിലി അതിനോടൊന്ന് എന്താണ് അവരുടെ ആ ഒരു ഇഷ്ടം അല്ലെങ്കിൽ അതൊന്ന് മനസ്സിലാക്കിയിട്ട് അല്ലെങ്കിൽ അവരുടെ നീഡ് എന്താണെന്നൊന്ന് മനസ്സിലാക്കി അഡ്ജസ്റ്റ് ചെയ്യുന്ന
നമുക്ക് ഈ ഒരു ബ്ലൂസ് എന്നുള്ളൊരു സ്റ്റേജിൽ തന്നെ നമുക്കത് പ്രിവെൻറ്റ് ചെയ്ത് കൊണ്ടുവന്ന് അതിൻ്റെ ഒരു ഹയർ വേർഷനിലേക്ക് കൊണ്ടുപോകാതെ നോക്കാം. ഇപ്പം നമ്മൾ അതിൻ്റെ ഹയർ വേർഷനായിട്ട് തന്നെ സൈക്കോസിസ് കാര്യങ്ങളൊക്കെ പറയാം. അപ്പം ഒരു പിന്നീടുള്ളൊരു സ്റ്റേജിലേക്ക് പോകുമ്പോഴത്തേക്കും പോകെ ഇപ്പം നമ്മുടെ ബോഡി ചേഞ്ചസ് ആണ്. ഇതിപ്പം ഒരു കുട്ടി ജനിച്ചാൽ അത് വളർന്നു വരുന്നവരല്ല, അതൊരു ടെമ്പററി കാര്യമല്ല, ഇതൊരു പെർമനൻ്റാണ്. അപ്പം ലൈഫിൽ പിന്നെയും ചേഞ്ചസും കോംപ്ലക്സിറ്റീസും കൂടി വരുന്നേ ഉണ്ടാവുള്ളൂ. അപ്പം നമ്മൾ ഓക്കെ ഒരാഴ്ച കഴിയട്ടെ 2 ആഴ്ച കഴിയട്ടെ എന്നുള്ളത് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനൊരു സൊല്യൂഷൻ ആവത്തില്ല. അപ്പം നമ്മൾ നമ്മുടെ മൈൻഡ് സെറ്റ് കൊണ്ട് അതിന് എന്താണ് ചെയ്യാൻ പറ്റുന്നതെന്നുള്ള കാര്യങ്ങളായിരിക്കും നോക്കണം. അപ്പം ചില കേസിൽ ഇവർ നോക്കുമ്പോഴത്തേക്കും കുട്ടി ഇത്തിരി കൂടെ ഒക്കെ വലുതായി കാര്യങ്ങളൊക്കെ വരുന്നതനുസരിച്ചിട്ട് ഇവരുടെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പറ്റുന്നില്ല. ജോലി പോകുന്നു, ചിലപ്പോൾ വർക്ക് ചെയ്തിരുന്ന ഒരാളായിരിക്കാം, അപ്പോൾ ചിലപ്പോൾ ജോലി പോകുന്നതിൻ്റെ പ്രശ്നം, അങ്ങനെയൊക്കെ ഓരോന്ന് വന്നു കഴിയുമ്പം എല്ലാത്തിൻ്റെ ഒരു ഇമ്പാക്റ്റ് വരുന്നത് കുട്ടിയിലായിരിക്കും. അപ്പോൾ ഈ കുട്ടി കാരണമാണല്ലോ എൻ്റെ ജോലി പോയത്, അല്ലെങ്കിൽ എൻ്റെ സന്തോഷങ്ങൾ, എൻ്റെ ഭക്ഷണം, എൻ്റെ ഇത് എല്ലാം പോയെന്നുള്ളൊരു തോട്ട് വന്നു കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവർക്ക് പയ്യെ അല്ലെങ്കിൽ പോകെ കുട്ടീനോടൊരു ദേഷ്യവും ഒരു അവേർഷനും കാര്യങ്ങളും ഒക്കെ തോന്നി തുടങ്ങും. അപ്പം കൂടെ നിന്നുള്ള സപ്പോർട്ടും കാര്യങ്ങളും കിട്ടാതൊക്കെ ആകുമ്പോഴാണ് കുട്ടീനെ ഉപദ്രവിക്കണം, അല്ലെങ്കിൽ ചിലപ്പം ഉപദ്രവിക്കണം എന്ന് പോലും ചിന്തിക്കുന്നതായിരിക്കില്ല അവർ. ആ ഒരു ഇതിൽ അവരുടെ ആ ഒരു കോൺഷ്യസ് മൈൻഡിൽ അല്ലെങ്കിൽ അങ്ങനെ ആയിരിക്കില്ല അവർ അവരുടെ ഫ്രസ്ട്രേഷൻസും കാര്യങ്ങളും എല്ലാം അവർ തീർക്കുന്നത് ചിലപ്പോൾ എന്താ പറയുക, ഇപ്പോൾ ചിലപ്പോൾ കരഞ്ഞു കഴിയുമ്പോഴത്തേക്കൊന്ന് അടി കൊടുത്ത് നീ കരയുന്നത് എന്തിനാന്നുള്ള രീതിയിലൊക്കെ ആയിരിക്കും. അവർക്കത് മനസ്സിലാവത്തില്ല എന്നുള്ളൊരു തോട്ട് പോലും ചിലപ്പോൾ അവർക്ക് പോകുന്നുണ്ടാവില്ല. പോകെയാണ് പിന്നീട് അത് ഉപദ്രവിക്കണം, അല്ലെങ്കിൽ ആ ഉപദ്രവത്തിലൂടെ മാത്രമേ എനിക്ക് റിലീഫ് കണ്ടെത്താം, അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിലേക്കൊക്കെ ആൾക്കാർ പോകുന്നത്. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ ഒരു സ്റ്റേജ് ഇങ്ങനെ ഒറ്റയടിക്ക് സംഭവിക്കുന്നൊരു കാര്യമായിരിക്കില്ല. അപ്പം അത് നമ്മൾ ആ ഒരു സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ നല്ല രീതിയിൽ വന്നാൽ നമുക്ക് തന്നെ അത് പ്രിവെൻറ്റ് ചെയ്യാൻ, ഫാമിലി ത്രൂ തന്നെ നമുക്കൊരു പകുതി വരെ പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നു. ഈ ഹിന്റ് കിട്ടും മിക്കവാറും. അത് ഇവരുടെ സംശയങ്ങളായിരിക്കും. ഈ ബ്ലൂസ് ടൈമിലൊക്കെ ഇതെന്താ ഇങ്ങനെ, അയ്യോ ഇങ്ങനെയാണോ, ഇതാണോ നോർമൽ, ഇതിനെയൊക്കെ നിസ്സാരവൽക്കരിച്ച് കളയുക, അല്ലെങ്കിൽ ആ പ്രശ്നങ്ങളെ നമ്മൾ അഡ്രസ്സ് ചെയ്യാതെയൊക്കെ വരുമ്പോഴാണ് പലപ്പോഴും അതിൻ്റെ താഴെ കിടക്കുന്ന ഈ മെൻ്റൽ അജിറ്റേഷൻ കാണാതെ പോകുന്നത്. ഇത് തീരെ പക്വതയില്ലാത്ത കുട്ടിയാണ്, അല്ലെങ്കിൽ വെറുതെ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക, അങ്ങനെ തള്ളിക്കളയരുത്. ഈ സിംറ്റംസ് ഇപ്പോൾ ഡോക്ടർ അമൃത പറഞ്ഞ എല്ലാ സിംറ്റംസും ഇതുപോലെ പല ഭാഗങ്ങൾ, എല്ലാവർക്കും ഇത് ക്ലാസിക്കലി വരുന്നില്ല, പലരും പല രീതിയിലായിരിക്കും. പക്ഷേ അത് കൂടെ ഉള്ളവർ കണ്ട് മനസ്സിലാക്കി ഇത് അവരെ ആശ്വസിപ്പിച്ച് സപ്പോർട്ട് ചെയ്ത് എപ്പോഴും കൂടെ നിർത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഈ കുട്ടിക്കിത് മനസ്സിലാവില്ല, അറിയില്ല എന്നുള്ളൊരു അതൊരു തെറ്റിദ്ധാരണയാണെന്നാണ്. ഇത് ഹെൽപ്പ് ചോദിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. ഇവര് സ്വയം മനസ്സിലാക്കി ഹെൽപ്പ് ചോദിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ചുറ്റുമുള്ളവരത് മനസ്സിലാക്കി ഹെൽപ്പ് കൊടുക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു കീ ഫീച്ചർ അതാണ്. അതായത് ഇൻകൺസോളബിലിറ്റി. അതായത് ഇവരെ ആശ്വസിപ്പിക്കാനോ, അതായത് നമ്മൾ പറയുമ്പോഴൊന്നും അത് ചിലപ്പോൾ അതേപോലെ തന്നെ ആക്സെപ്റ്റ് ചെയ്ത് സ്വയം ഒരു സൊളൈസ് കണ്ടെത്താൻ ഇവർക്ക് സാധിക്കില്ല. അപ്പോൾ എന്ന് കരുതി നമ്മൾ അറ്റംപ്റ്റ്സ് ഉപേക്ഷിക്കരുത് എന്നുള്ളത്. ചിലപ്പോൾ ആ ഡിസീസിൻ്റെ തന്നെ വന്നിട്ട് ഒരു എനർജി ലോ ആകുമ്പോൾ അവർക്ക് പുറത്ത് പറയാനോ അല്ലെങ്കിൽ പുറത്തുനിന്ന് ഒരു ഹെൽപ്പ് ചോദിക്കാനോ ഒക്കെ തോന്നില്ല. പിന്നെ ഈ നാണക്കേടും ഒരു വലിയ ഫാക്ടറാണ്. ചിലവർക്ക് അങ്ങനെ ഇത് സമ്മതിച്ച് തരാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ നമ്മൾ ഇത്രയും സമയം ഡിസ്കസ് ചെയ്ത് ഇതെങ്ങനെ അമ്മേനെ എങ്ങനെ അഫക്റ്റ് ചെയ്യും, അല്ലെങ്കിൽ പാരൻസിനെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നതാണ്. ഇത് അമ്മേനെ എങ്ങനെയാണോ അഫക്റ്റ് ചെയ്യുന്നത് അതുപോലെ തന്നെയാണ് കുട്ടിക്കും അത് റിഫ്ലക്റ്റ് ചെയ്യുന്നുണ്ട്. അമ്മയുടെ ഈ മൂഡ് ഡിസോർഡർ അല്ലെങ്കിൽ ഒരു ഡിപ്രഷൻ, ഇതിൻ്റെ ആ ഒരു എഫക്റ്റ് കുട്ടിയിലും അതുപോലെ തന്നെ റിഫ്ലക്റ്റ് ആയി വരുന്നുണ്ട്. അത് ഗ്രോയിങ് സ്റ്റേജസിൽ തന്നെ കാണിക്കാം. ഈ ഇങ്ങനെയുള്ള അമ്മമാരുടെ കുട്ടികളിൽ മൈൽ സ്റ്റോൺ അറ്റൈൻ ചെയ്യാൻ കുറച്ച് ഡിലേ ആവുന്ന കുറേ സ്റ്റഡീസ് കാണിക്കുന്നുണ്ട്. ഓരോ ഏജിലും ഓരോ ഡെവലപ്മെൻറ്റ് ഗ്രോത്തിൻ്റെ. പിന്നെ പറയുന്നതെന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കുട്ടികളിൽ ഈ സോഷ്യൽ ഇൻസെക്യൂരിറ്റി ഭയങ്കര കൂടുതലായിരിക്കും. പിന്നെ ഈ സോഷ്യൽ ബിഹേവിയർ ഒക്കെ അഫക്റ്റഡ് ആവാം, റിലേഷൻഷിപ്പ് അഫക്റ്റഡ് ആവാം. പിന്നെ ഇങ്ങനെയുള്ള കുട്ടികൾ ആങ്സൈറ്റി, മൂഡ് ഡിസോർഡേഴ്സ്, സ്ട്രെസ്സ് ഇതൊക്കെ ഒരുപാട് കാണുന്നതായിട്ട് സ്റ്റഡീസ് കാണിക്കുന്നുണ്ട്. പിന്നെ വേറെന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെൻറ്റ് കുറയും അമ്മയുടെ അടുത്ത്. അമ്മയ്ക്ക് തോന്നുന്ന അവേർഷൻ തന്നെ കുട്ടിക്കും തിരിച്ച് കാണിക്കും. കുട്ടിക്കും അങ്ങനെ നാച്ചുറലി തോന്നും അമ്മയുടെ അടുത്ത്. അപ്പോൾ അതിന് അറ്റാച്ച്മെൻറ്റ് ഇൻസെക്യൂരിറ്റി എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ ഇത് ശ്രദ്ധിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇത് ലേണിംഗ് ഡിസോർഡേഴ്സിനും കാരണമാവും, ബിഹേവിയറൽ ഡിസോർഡേഴ്സിനും കാരണമാവും. ഈ അമ്മയ്ക്ക് കൊടുക്കുന്ന എന്ത് കെയർ തന്നെയാണോ അത് തന്നെ ഈ കെയർ ടേക്കർ കുട്ടിക്കും കൊടുക്കാൻ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ ഫാമിലി അതിനനുസരിച്ച് ഇത് ഡിസൈൻ ചെയ്യണം ആ ഒരു കെയർ. അതെ, ഇതൊരു ഹ്യൂജ് റിസ്ക് ഫാക്ടറാണ് ശരിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ എസ്പെഷ്യലി ഇപ്പോൾ ഈ അമ്മ അല്ലെങ്കിൽ ആ കുട്ടിയുടെ പാരൻസ് ഇതിന് ഒന്നാമതെ ഒരു ജനറ്റിക് പ്രീഡിസ്പോസിഷൻ ഉണ്ടെന്നാണ് കൂടുതൽ തെളിവുകൾ നയിക്കുന്നത്. അത് കൂടാതെ ഈ ഫാമിലി ഹിസ്റ്ററി, ഈ അത് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ തന്നെ ആവണമെന്നില്ല, എന്തെങ്കിലും അങ്ങനത്തെ ഒരു മെൻ്റൽ ഡിസോർഡർ ആവാം, അല്ലെങ്കിൽ സൈക്കോളജിക്കൽ പ്രോബ്ലംസ് ആവാം.
അത് ഇഫ് ഇറ്റ്സ് റണ്ണിങ് ഇൻ ദ ഫാമിലി, അത് അവരെ ആ റിസ്ക് ഫാക്ടറിലെ ടോപ്പിലേക്ക് കൊണ്ടുവരികയാണ്. അപ്പോൾ ഈ കോവിഡിൻ്റെ ഒക്കെ ടൈമിൽ നമ്മൾ സ്ഥിരം ഉപയോഗിച്ചതാണ് ബ്രേക്ക് ദ ചെയിൻ എന്ന് പറഞ്ഞ പോലെ. ഇതിലും ആ ഒരു ചെയിൻ ബ്രേക്ക് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു പക്ഷേ ഒരു കുട്ടി ഒരു വീട്ടിൽ കൺസീവ് ആവുമ്പോൾ ഇറ്റ് ഈസ് ആക്ച്വലി പ്രൂഡൻ്റ് ഒരു എൻറ്റയർ ഫാമിലിയുടെ ഒരു ഇവാലുവേഷൻ നടത്തിയിട്ട് പല രീതിയിലുള്ള സപ്പോർട്ട്സ് പലർക്കും വേണ്ടി വരുന്ന ഒരു ടൈമാണത്. അതെല്ലാം നമ്മൾ ശ്രദ്ധിച്ച് തന്നെ മുന്നോട്ട് നീങ്ങണം എന്നുള്ളതാണ്. റിസ്ക് ഫാക്ടേഴ്സ് കുറേ എല്ലാം ഡോക്ടർ നേരത്തെ പറയുണ്ടായിരുന്നു. അതിൽ അത് കൂടാതെ ഇപ്പോൾ ഈ അഡിക്ഷൻസ് ഇപ്പോൾ വളരെയധികം കാണുന്ന ഒരു ഫാക്ടറാണ്. അത് ഇഫ് ദ മദർ ഇസ് എ സ്മോക്കർ ഓർ ഈവൻ ഇഫ് ദ ഫാദർ ഇസ് എ സ്മോക്കർ, ഇത് ഇവർ തമ്മിലുള്ള ആ ഒരു സിങ്കിനെ എഫക്റ്റ് ചെയ്യും, അത് ഡിപ്രഷനിലേക്ക് നയിക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് കുട്ടികൾക്കല്ലാതെയും പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ടല്ലോ. ഈ സ്മോക്കിംഗ് ഹിസ്റ്ററി, ആൽക്കഹോൾ ഹിസ്റ്ററി എല്ലാം ഇപ്പോൾ ഡ്രഗ് അബ്യൂസൊക്കെ നമ്മൾ കൺസിഡർ ചെയ്യേണ്ട ഒരു ഫാക്ടറാണ്. ഇത് കൂടാതെ മെറ്റബോളിക് ഡിസോർഡേഴ്സ് ആയാലും മതി. ഞാൻ ഉദ്ദേശിക്കുന്നത് പ്രസവത്തിനോടോ അല്ലെങ്കിൽ ഡെലിവറിയോടോ ഒന്നും ബന്ധമല്ലാത്ത രോഗങ്ങളും ക്രോണിക് കുറേ കാലമായിട്ട് അനുഭവിക്കുന്നത് അതിൻ്റേതായിട്ടുള്ള ഒരു ക്ഷീണവും മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടും ഇവർക്ക് ഓൾറെഡി ഉണ്ട്. അതിൻ്റെ കൂടെ നമ്മൾ പറയില്ലേ, മലയാളത്തിലൊരു ചൊല്ലുണ്ടല്ലോ, ദുർബലയാണ് ഇപ്പോൾ ഗർഭിണി എന്ന് പറയുന്നത് വളരെ ആപ്റ്റാണ് ഈ ഒരു കോണ്ടെക്സ്റ്റിൽ. ശരിക്കും ഇതിൻ്റെ ഈ മാനേജ്മെൻറ്റ് സൈഡിലേക്കൊക്കെ വരുമ്പോൾ അറിയാം അവരങ്ങനെ അത്ര ഒരു പളുങ്ക് പാത്രം പോലെ കൊണ്ടു നടക്കേണ്ട സിറ്റുവേഷനാണ്. നമ്മളിപ്പോൾ മാനേജ്മെൻറ്റിൻ്റെ കാര്യം സംസാരിച്ചതുപോലെ ആദ്യം നമ്മളെപ്പോഴും എന്താ പറയുക ഒരു അസുഖമായിട്ട് നമ്മളിതിനെ കൺസിഡർ ചെയ്യേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോൾ ആദ്യമേ തന്നെ മാനേജ്മെൻറ്റിനേക്കാൾ ഉപരി എങ്ങനെ ഇത് പ്രിവെൻറ്റ് ചെയ്യാം, അല്ലെങ്കിൽ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ എങ്ങനെ ഇതിനെ വഷളാവാതെ അല്ലെങ്കിൽ കൂടുതൽ വഷളാവാതെ നമുക്ക് എന്താ പറയുക പ്രിവെൻറ്റ് ചെയ്യാം എന്നുള്ള കാര്യമാണ് നമ്മൾ ആദ്യം നോക്കേണ്ടത്. അപ്പോൾ അതിൽ ഒന്നാമത് നോക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം കുട്ടി വീട്ടിലേക്ക് വന്നു കഴിയുമ്പോഴത്തേക്കും എല്ലാവരും, ഹസ്ബൻഡിനെ സംബന്ധിച്ചിടത്തോളം, വൈഫിനെ സംബന്ധിച്ചിടത്തോളം, ഇപ്പോൾ അവിടെ പേരൻസ് ഉണ്ടെങ്കിൽ അവരെല്ലാവരെയും സംബന്ധിച്ചിടത്തോളം ഒരു പുതിയ ആൾ തന്നെയാണ്. അപ്പം അമ്മ തന്നെയാണ് എല്ലാ കാര്യങ്ങളും ഏറ്റെടുക്കേണ്ടത് എന്ന് ആദ്യമേ തന്നെ എന്താ പറയുക ഒരു മുൻനിശ്ചയം പറയുന്നതിന് പകരം നമ്മൾ നമുക്കെല്ലാം ഡിവൈഡ് ചെയ്ത് ചെയ്യാം, അല്ലെങ്കിൽ എങ്ങനത്തെ ഒരു കാര്യങ്ങളാണ് ഞങ്ങൾ ഹെൽപ്പ് ചെയ്യേണ്ടത് എന്ന് അമ്മേനോട് തന്നെ ചോദിച്ച് ആദ്യമേ അറിഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർക്ക് കുട്ടീനെ കെയർ ചെയ്യാൻ ചിലപ്പോൾ കുഴപ്പമുണ്ടാവില്ല. ബാക്കിയുള്ള കാര്യങ്ങൾക്കൊക്കെ ആയിരിക്കും ചിലപ്പോൾ അവർക്ക് സപ്പോർട്ട് കാര്യങ്ങളൊക്കെ വേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഹസ്ബൻഡ് ആയിക്കോട്ടെ അല്ലെങ്കിൽ അമ്മമാരാരൊക്കെ ഉള്ളതെന്ന് വെച്ചാൽ അവരുടേതായിട്ടുള്ള അല്ലെങ്കിൽ അവർ വളർന്ന് അല്ലെങ്കിൽ അവർ കണ്ട ശീലങ്ങളെ ഇവരിലേക്ക് അടിച്ചേൽപ്പിക്കാതെ ഇങ്ങനെയൊക്കെയുള്ളത് ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചുകൂടെ നല്ലതായിരിക്കും. ചിലപ്പോൾ അമ്മയ്ക്ക് ഉറങ്ങാനുള്ള ഒരു സാവകാശം കിട്ടുമ്പോൾ കുട്ടീനെ നോക്കുക, അല്ലെങ്കിൽ ബാക്കിയുള്ള ഫുഡ് ഉണ്ടാക്കുന്ന കാര്യങ്ങളിലൊക്കെ ഹെൽപ്പ് ചെയ്യുക. ചിലപ്പോൾ അവിടെയൊക്കെ ഒരു ഹെൽപ്പ് ചെയ്യുമ്പോൾ അവർക്ക് കുറച്ചുകൂടെ ഒരു റിലാക്സേഷൻ കാര്യങ്ങളും, ചിലപ്പം പറ്റുമെങ്കിലും ഒന്ന് പുറത്തേക്ക് ഇറങ്ങാൻ പറ്റുക, ചിലപ്പോൾ ഒന്ന് ബാൽക്കണി പോയി ഒരു 5 മിനിറ്റ് കാറ്റ് കൊണ്ടാലും മതിയാവും, അവർക്ക് ചിലപ്പോൾ ആ ഒരു മൈൻഡ് റിലാക്സ് ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പം അങ്ങനെയൊക്കെയുള്ള ഒരു നമുക്ക് വീട്ടിൽ തന്നെ എന്തൊക്കെയാണ് ചെയ്യാൻ പറ്റുക, ചിലപ്പോൾ പാട്ട് കേൾക്കാൻ പറ്റുക, അല്ലെങ്കിൽ ചിലപ്പോൾ ഒരു ചെറിയ സിനിമ, ചിലപ്പോൾ ഒരു ഫുൾ സിനിമ ഒന്നും കണ്ടാൽ പറ്റണമെന്നില്ല. അപ്പോൾ അതിന് പകരം എന്തൊക്കെയാണ് നമുക്ക് അവിടെ വീട്ടിൽ തന്നെ ചെയ്യുക. ചിലപ്പോൾ ഇഷ്ടമുള്ളൊരു ഫുഡ് ചിലപ്പോൾ ക്രേവ് ചെയ്യുന്നുണ്ടാകാം. അപ്പോൾ അത് കുട്ടിക്ക് മോശമാവാത്ത രീതിയിൽ എന്തെങ്കിലും ആണെങ്കിൽ അത് പറ്റുന്ന രീതിയിലൊക്കെ ശ്രദ്ധിച്ചു കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീട്ടിൽ തന്നെ കുറേ പരിധി വരെ, പിന്നെ അവരോട് സംസാരിക്കുക. അവരിപ്പോൾ മിണ്ടാതിരിക്കുന്നു, ചിലപ്പോൾ അവർക്ക് എന്തെങ്കിലും ഇത് ഇറിറ്റേറ്റ് ചെയ്യുന്ന രീതിയിലല്ല, പകരം അവർക്ക് സംസാരിക്കാൻ തോന്നുന്ന സമയങ്ങളിൽ അവരുടെ വിഷമങ്ങൾ എന്തെങ്കിലും ചിലപ്പോൾ അവർ 2-3 തവണ ചോദിച്ച് വേറെ എന്തെങ്കിലും, ഇപ്പോൾ അവർ ചിലപ്പം ശരീരം വേദന അല്ലെങ്കിൽ എന്താ പറയുക കാലുവേദന, മുട്ടുവേദന അങ്ങനെയൊക്കെ ആയിരിക്കും ചിലപ്പോൾ നമ്മളോട് പറയുന്നത്. പക്ഷെ അവരുടെ ഉള്ളിൽ ഈ വിഷമങ്ങളൊക്കെ കിടക്കുന്നുണ്ടാകും. അപ്പം നമ്മൾ അവരോട് അത് ചോദിച്ച് മനസ്സിലാക്കി വരുമ്പോഴായിരിക്കും ചിലപ്പോൾ എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുണ്ട് എന്നൊക്കെ അവർ ചിലപ്പോൾ പറയുന്നുണ്ടാവുള്ളൂ. കുട്ടി ഇറങ്ങുന്നുണ്ടാവില്ല, അല്ലെങ്കിൽ ചിലപ്പം ബ്രസ്റ്റിന് പെയിനോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അവർ പുറത്തേക്ക് പറയുന്നുണ്ടാവുള്ളൂ. അപ്പോൾ അതിൽ ആദ്യമേ തന്നെ നമ്മൾ ഫാമിലി വൈസ് ഏറ്റവും സപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു ഡോക്ടറെ കൺസൾട്ട് ചെയ്യാതെ മെജോറിറ്റി കാര്യങ്ങളും നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. എന്നിട്ടായിരിക്കും നമ്മൾ മാനേജ്മെൻറ്റ് എന്നുള്ള കാര്യത്തിലേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലതാവുക. ഇതിൻ്റെ അകത്തൊരു വലിയൊരു കോൺട്രാസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഉള്ള മെയിൻ സ്ട്രീം വെസ്റ്റേൺ മെഡിസിനോ മറ്റ് ഇതെല്ലാം നോക്കുകയാണെങ്കിൽ ഒരു ഇമീഡിയറ്റ് റിസൾട്ടിലേക്കാണ് പലപ്പോഴും ഫോക്കസ് ചെയ്യുക. അതായത് പ്രസവിച്ച ഉടനെ കുഞ്ഞിൻ്റെയും അമ്മയുടെയും ഒരു സർവൈവബിലിറ്റി, അവരുടെ ഒരു ഇമീഡിയറ്റ് ഹെൽത്ത് കെയർ നീഡ് എൻഷുർ ചെയ്യുക എന്നുള്ളതാണ് ഒരു വെസ്റ്റേൺ മെഡിസിൻ്റെയോ അല്ലെങ്കിൽ മെയിൻ സ്ട്രീം മെഡിസിൻ്റെയൊക്കെ ഒരു ഫോക്കസ് വരുന്നത്. പക്ഷേ ഇങ്ങനെയുള്ള പ്രോബ്ലംസിൽ എസ്പെഷ്യലി ലൈഫ് സ്റ്റൈൽ ഓറിയൻറ്റഡ് ആയിട്ടുള്ളതോ ഒരു ലോങ് ടേമിൽ ഒരാളെ എഫക്റ്റ് ചെയ്ത് വരുന്ന പല കണ്ടീഷൻസിലും ഉള്ള ഒരു ആസ്പെക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ആ ഒരു ഓൺസെറ്റ് പോയിൻറ്റും വേർ ദിസ് ഇസ് ഗോയിങ് ടു എന്നുള്ളൊരു ആ ബിഗ് പിക്ചർ പലപ്പോഴും നഷ്ടപ്പെട്ടു പോകും. അപ്പോൾ ഇപ്പോൾ പ്രഗ്നൻസി തന്നെ നോക്കാം, ആ മൈൻഡ് ഫാക്ടർ എത്ര റെലവൻ്റ് ആണെന്നുള്ളത്. കാരണം നല്ല ഗർഭധാരണത്തിന് ചിലം പറയുന്നത് സൗമനസ്യം ഗർഭധാരണം എന്നാണ്.
ആ മൈൻഡിൻ്റെ ഒരു റോൾ അപ്പം തന്നെ അവിടെ കൊണ്ടുവന്നു കഴിഞ്ഞു. അതിൽ ഒരു ഹസ്ബൻഡ് ആൻഡ് വൈഫ് അല്ലെങ്കിൽ ആ രണ്ട് പാർട്ട്നേഴ്സും എങ്ങനെ തയ്യാറെടുക്കണം എന്ന് പറയുന്നിടത്താണ് ശരിക്കും ആയുർവേദത്തിലെ ഗൈനക്കോളജി അല്ലെങ്കിൽ പീഡിയാട്രി ഒബ്സ്റ്റട്രിഷ്യയൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഈ ഒരു ഫാക്ടറിൽ ശരിക്കും ബോഡി ആൻഡ് മൈൻഡ് ഇൻവോൾവ്മെൻറ്റ് വളരെ പ്രസക്തമാണ്. ഇത് കുറേയൊക്കെ നമ്മൾ പോലും അറിയാതെ നമ്മുടെ ആ ഒരു പ്രസവരക്ഷയുടെ പാർട്ടായിട്ടുണ്ട്. പക്ഷെ എങ്കിൽ പോലും അതിനെ വിശദമായിട്ട് ആ മൈൻഡ് ആസ്പെക്റ്റ് എന്തൊക്കെയാണ്, ബോഡി ആസ്പെക്റ്റ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് സത്യം പറഞ്ഞു. തീർച്ചയായും ഡോക്ടർ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഓരോ സ്റ്റേജ് ആണല്ലോ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉള്ളത്. അപ്പോൾ നമ്മളുടെ ഈ ഒരു പോസ്റ്റ്മോർട്ടം ബ്ലൂസ് വരുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടത് നമുക്ക് സൈക്കോ എഡ്യൂക്കേഷനും അതുപോലെ തന്നെ ഹെൽത്ത് എഡ്യൂക്കേഷനുമാണ്. അവരെ ആദ്യം ബോധവൽക്കരണം ആദ്യം ചെയ്യേണ്ടത് ഹെൽത്ത് റിലേറ്റഡ്. കാരണം എന്തെല്ലാം നിങ്ങൾ കഴിക്കണം, എന്തെല്ലാം നിങ്ങൾ ഏതൊക്കെ റുട്ടീൻ നിങ്ങൾ ഫോളോ ചെയ്യണം, എന്തെല്ലാം ചേഞ്ചസ് നിങ്ങളുടെ ബോഡി നിങ്ങളുടെ റുട്ടീൻസിൽ വരുത്തണം, അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെയാണ് സൈക്കോ എഡ്യൂക്കേഷനും. ലൈക്ക് എന്തെല്ലാം ചേഞ്ചസ് ആണ് നിങ്ങളുടെ ബോഡി ആൻഡ് മൈൻഡിൽ കൂടുതൽ വരുന്നത്. ഇപ്പോൾ മുന്നേ പോലെ നമുക്ക് ചിലപ്പോൾ ഭയങ്കരമായിട്ട് ധൈര്യം അതുപോലെ വളരെയധികം സ്ട്രോങ് വിൽ പവർ ഉള്ള വ്യക്തിയായിരിക്കും. പ്രസവശേഷമായിരിക്കും അവർക്ക് മൊത്തത്തിൽ അവരുടെ ഒരു മൈൻഡ് സെറ്റേ മാറുകയാണ്. ലൈക്ക് പറയുന്ന പോലെ ഒരു ഗർഭം ധരിച്ചു കഴിഞ്ഞ് പ്രസവശേഷമാണ് അവരൊരു പുതിയ പേഴ്സണായിട്ട് അവർ അമ്മയായിട്ട് മാറുകയാണ്. ലൈക്ക് അവരുടെ ഇൻഡിവിജ്വാലിറ്റിക്ക് ഒരു വേറൊരു പേര് വരുന്നത് അമ്മ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ സ്റ്റേജ് വളരെ ക്രൂഷ്യലാണ്. എന്താ ഫസ്റ്റ് ഒരു 12 വീക്സിനുള്ളിൽ വളരെ ക്രൂഷ്യലാണ്. ആ സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ വേണ്ടതുപോലെ ബോധവൽക്കരണവും അങ്ങനത്തെ സപ്പോർട്ട് സിസ്റ്റമാണ്. ഈവൻ ഫ്രം ഫാമിലി, ഫ്രണ്ട്സ്, എല്ലാവരുടെയും ഭാഗത്തു നിന്നൊരു സപ്പോർട്ടാണ് വേണ്ടത്. ഇപ്പോൾ പിന്നെ സെക്കൻഡ് സ്റ്റേജിൽ ഇതുപോലെ തന്നെ ഇത് കണ്ടിന്യൂസ് ആയിട്ട് വരികയാണ്. അതൊരു പോസ്റ്റ്മോർട്ടം ഡിപ്രഷനായിട്ട് മാറുകയാണ്. അപ്പോൾ ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ നമ്മൾ ആദ്യം മനസ്സിലാക്കുന്നൊരു കുറേ മെത്തേഡുകളുണ്ട്. അതിൽ കുറേ ടൂൾസൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിൽ ഹാംഡി എന്ന് പറഞ്ഞ ഒരു ജനറൽ ഒരു ഹാമിൽട്ടൺ ഡിപ്രഷൻ ടെസ്റ്റ് ഉണ്ട്. അതേപോലെ തന്നെ ഈഡൻബർഗ് പോസ്റ്റ്നാറ്റൽ ഡിപ്രഷൻ സ്കെയിൽ ടെസ്റ്റ് ഉണ്ട്. ഇതെല്ലാം മുഖാന്തരം നമുക്ക് അവർക്ക് അറിയാൻ പറ്റും ഈ വ്യക്തിക്ക് പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടോ എന്ന് തന്നെ. അത് ഏത് ലെവലിലാണെന്ന് അറിയാൻ പറ്റും. അതിനുശേഷം നമുക്ക് മാനേജ്മെന്റ് ലെവലോട്ട് നമുക്ക് കിടക്കാൻ പറ്റും. അപ്പോൾ ഈ മാനേജ്മെന്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഇതേ പറഞ്ഞ പോലെ വീണ്ടും നമ്മൾ സൈക്കോ എഡ്യൂക്കേഷൻ കൊടുക്കേണ്ടതാണ്, ഹെൽത്ത് എഡ്യൂക്കേഷൻ കൊടുക്കണം, ഫാമിലീസിനെ പറഞ്ഞ് മനസ്സിലാക്കണം ഈ സ്റ്റേജസ് എങ്ങനെ നമുക്ക് കടന്നു പോവാം, ഈ സ്റ്റേജിൽ നിന്ന് എങ്ങനെ നമുക്ക് ഓരോ കാര്യങ്ങൾ മനസ്സിലാക്കി നമുക്ക് കടന്നു പോവാം. അതുപോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് ചില ആൾക്കാർക്ക് ഇത് ഈവൻ ഈ ഒരു സൈക്കോ എഡ്യൂക്കേഷൻ കൗൺസിലിംഗ് കൊടുത്താലും കാര്യമില്ല. അപ്പോൾ അവർക്ക് സൈക്കോ തെറാപ്പി ആയിട്ട് കൊടുക്കേണ്ടി വരും. അപ്പോൾ സൈക്കോ തെറാപ്പിയിൽ നമ്മൾ ബേസിക്കലി ഇതിൽ CBT കൊടുക്കാം, കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി ആയിട്ട് കൊടുക്കാൻ പറ്റും. അതേപോലെ തന്നെ നമുക്ക് കുറേ റിലാക്സേഷൻ ടെക്നിക്സ് കൊടുക്കാം. ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു പ്രസവാനന്തരം നമുക്കൊരു അമ്മയ്ക്ക് ഉറക്കം തീരെ കിട്ടുന്നില്ല. ഈവൻ കുട്ടിയും കൊണ്ട് ഒരു വലിയ ബുദ്ധിമുട്ടില്ലെങ്കിലും അവർ മൈൻഡിൽ ഇങ്ങനെ എപ്പോഴും അലേർട്ടാണ്. ലൈക്ക് കുട്ടി പെണീക്കോ, കുട്ടിയുടെ കൈ ഞാൻ തട്ടിയോ, കുട്ടിയുടെ മേത്ത് എന്തെങ്കിലും വീണിട്ടുണ്ടോ. അപ്പം ഓട്ടോമാറ്റിക്കായിട്ട് ഭയങ്കര അലേർട്ടായിരിക്കും. ഒരു ഡീപ്പ് സ്ലീപ്പൊന്നും കിട്ടില്ല അവർക്ക്. അപ്പം നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് റിലാക്സേഷൻ തെറാപ്പി. അതുപോലെ തന്നെ നമ്മൾ യോഗ തെറാപ്പി നമുക്ക് കൊടുക്കാൻ പറ്റും. യോഗ പ്രാക്ടീസിങ് ഓഫ് യോഗ ഇതും നമ്മളെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്യും. ഇതും കഴിഞ്ഞ് നമ്മൾ സൈക്കോസിസ് സ്റ്റേജിലൊക്കെ പോകുമ്പോഴാണ് കൂടുതൽ ഒരു ഹോസ്പിറ്റൽ അഡ്മിഷൻ അങ്ങനത്തെ ഒരു ലെവലിലോട്ട് പോകുന്നത് ബേസിക്കലി. അപ്പം അങ്ങനെയാണ് ലെവൽസ് ആയിട്ട് വരുന്നത്. അതെ അതെ. ആ മൈൻഡ് ആസ്പെക്റ്റിൽ ശരിക്കും മറ്റ് പല വിഷാദ രോഗങ്ങളിലും ഉള്ള കുറേ ഫോർമാറ്റ്സ് സിമിലർ ആണ്. ദ ഓൺലി തിങ് ഇസ് ദ ലെവൽ ഓഫ് ഫാമിലി സപ്പോർട്ട് ഇസ് മച്ച് ഹയർ ദാറ്റ് ഇസ് റിക്വയർഡ്. ഇതിൽ ഈ ബോഡി ആസ്പെക്റ്റിലേക്ക് വരുമ്പോൾ ശരിക്കും ആയുർവേദത്തിൽ ഇങ്ങനെ ഒരു ഡിസ്റ്റിങ്ഷൻ ഇല്ല എന്നുള്ളതാണ് ഫാക്ട്. ഇത് രണ്ട് ടൈപ്പ് ഓഫ് ട്രീറ്റ്മെൻറ്റ്സും പാരലായിട്ടാണ് പോകുന്നത്. ഇതിൻ്റെയൊക്കെ ഒരു കൂടുതൽ ഡിസ്ക്രിപ്ഷൻസ് ഒക്കെ വരുന്നത് പഴയ ഗ്രന്ഥങ്ങളിലൊക്കെയാണ്. അപ്പോൾ ഈ കാശവ സംഹിതയിലൊക്കെ കുറേ എക്സാമ്പിൾസ് ഇതുപോലെ പറയുന്നുണ്ട്. അതായത് വളരെ നേർത്ത ഒരു തുണിക്ക് കറ പിടിച്ചാൽ നമ്മൾ എങ്ങനെ അത് മാറ്റണോ അതുപോലെ വേണം ഒരു സൂതിക എന്നാണ് ആ വാക്ക് പറയുക, പ്രസവിച്ച ഉടനെയുള്ള ടേമിന്. അതായത് കറ എങ്ങനെയെങ്കിലും മാറ്റാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ തുണി കേടാവും. തുണി കേടാവാതിരിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കറ പോവില്ല. അപ്പോൾ അത്ര കോംപ്ലക്സിറ്റി ഉണ്ട് അതിൻ്റെ മാനേജ്മെൻറ്റിൽ. അപ്പോൾ ആ മൈൻഡ് ആസ്പെക്റ്റ് ഇപ്പോൾ ഡോക്ടർ പറഞ്ഞു, അതേപോലെ തന്നെ നമുക്ക് ആ ബോഡി ആസ്പെക്റ്റും വിശദമായിട്ടൊന്ന് മനസ്സിലാക്കിയാലാണ് മാനേജ്മെൻറ്റ് കംപ്ലീറ്റ് ആവുള്ളൂ. അതെ അതെ, അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. കാരണം പലപ്പോഴും ഇപ്പോൾ പേഷ്യൻസ് വന്ന് പറയുന്നത് കേൾക്കാം, ഈ ബ്ലൂസ് ഒക്കെ കഴിഞ്ഞിട്ടുള്ള ഒരു അവസ്ഥ, ഡിപ്രഷനിലേക്ക് പോകുന്ന അവസ്ഥയിൽ സൈക്കോളജിസ്റ്റിനെ വരെ കാണിച്ചു എന്നിട്ട് പോലും ശരിയാവുന്നില്ല. അപ്പോൾ ഇതിൽ ഇനി എന്താ ചെയ്യേണ്ടത് എന്നറിയില്ല എന്നുള്ളത് അത് ശരിക്കും വളരെ വാലിഡ് ആയിട്ടുള്ളൊരു പോയിന്റാണ് അവർ പറയുന്നത്. കാരണം രണ്ട് ആസ്പെക്റ്റും ഈ പറഞ്ഞ പോലെ ഹാൻഡ് ഇൻ ഹാൻഡ് ആയിട്ട് ഒരുമിച്ച് പോയാൽ മാത്രമേ നമുക്ക് ഇതിനെ ബാറ്റിൽ ചെയ്യാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ അതിനെ ഒന്ന് നന്നായിട്ട് ട്രീറ്റ് ചെയ്യാൻ നമുക്ക് പറ്റുള്ളൂ. കാരണം നമുക്ക് തന്നെ ആലോചിച്ചറിയാം, നമുക്കൊരു സ്ട്രെസ്സ് വരുമ്പോൾ
നമുക്ക് വയറുവേദന അല്ലെ, ചിലർക്ക് വയറിളക്കം, ഇങ്ങനെ പല കാര്യങ്ങളും വരും. ഇത് വളരെ ഇന്റർകണക്റ്റഡ് ആണ്. ഈ ബോഡിലി സിംറ്റംസും മനസ്സിൻ്റെ സിംറ്റംസ് എന്ന് പറയുന്നതും ഭയങ്കര ഇന്റർകണക്റ്റഡ് ആണ്. അപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും വലിയ രീതിയിൽ അനുഭവിക്കുന്ന ഒരാൾക്ക് എത്രത്തോളം ശാരീരികമായിട്ടും കൂടെ ഇത് ബാധിക്കുന്നുണ്ടാവും എന്ന് ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമാണ്. അതാണ് ശരിക്കും ആയുർവേദം ഇവിടെ ഇൻ്റർവ്യൂ ചെയ്യുമ്പോൾ ഉള്ളൊരു ബ്യൂട്ടി എന്ന് ഞാൻ പറയും. കാരണം ഇത് മനസ്സിനെ മാത്രം അല്ലെങ്കിൽ ഈ എന്താ പറയുക സൈക്കാട്രിക് സിംറ്റംസ് അല്ലെങ്കിൽ ഡിപ്രഷൻ സിംറ്റംസ് മാത്രം ട്രീറ്റ് ചെയ്യുന്ന മരുന്നുകൾ കൊടുത്തു ഒതുക്കാതെ ഈ അമ്മയുടെ അപ്പറ്റൈറ്റ് എങ്ങനെയാണ്, വിശപ്പ് എങ്ങനെയാണ്, ബവൽ ഹാബിറ്റ്സ് എങ്ങനെയാണ് ഈറ്റിംഗ് ഹാബിറ്റ്സ്, എങ്ങനെയാണ് അവരിലേക്ക് ന്യൂട്രീഷൻ എത്തിക്കാൻ പറ്റുന്നത്, അവരിപ്പോൾ എന്ത് സ്റ്റേജിലാണ്, നറിഷിംഗ് ആയിട്ടുള്ള തെറാപ്പീസ് കൊടുക്കേണ്ട സ്റ്റേജിലാണോ അതോ അവരെ കുറച്ചും കൂടെ മൈൻഡ് റിലേറ്റഡ് ആയിട്ടുള്ള കോൺസെൻട്രേറ്റഡ് ആയിട്ടുള്ള തെറാപ്പീസ് കൊടുക്കേണ്ട സ്റ്റേജിലാണോ എന്നെല്ലാം മനസ്സിലാക്കി ആദ്യം തന്നെ ചെയ്യേണ്ടത്, നമ്മളെപ്പോഴും പറയും നമ്മുടെ എല്ലാ അസുഖങ്ങളും തുടങ്ങുന്നത് നമ്മുടെ കോഷ്ടത്തിൽ നിന്നാണ്. കോഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെറ്റബോളിക് ഫയർ അല്ലെ, മെറ്റബോളിക് ഫയർ ഗട്ട് എന്ന് പറയും. അതെ അവിടെ നിന്നാണ് എല്ലാ അസുഖങ്ങളും തുടങ്ങുന്നത് എന്ന് പറയും. അപ്പോൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ആ മെറ്റബോളിക് ഫയർ കറക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ വിശപ്പ് നല്ല രീതിയിൽ ഉണ്ടാക്കുക, ബോഡി മെക്കാനിസംസ് സ്റ്റെബിലൈസ് ചെയ്യുക, ബോഡിയുടെ ബേസിക് റുട്ടീൻ ഫങ്ഷൻസ് സ്റ്റെബിലൈസ് ചെയ്തതിന് ശേഷം അവർക്ക് എന്ത് രീതിയിലുള്ള ട്രീറ്റ്മെൻറ്റ്സ് ആണോ വേണ്ടത്. ഇപ്പോൾ രസായന ചികിത്സ എന്ന് പറയാം, അതായത് വളരെ നറിഷിംഗ് ആയിട്ടുള്ള മനസ്സിൽ ആക്ട് ചെയ്യുന്ന മരുന്നുകൾ കൊടുത്ത് എന്താ പറയുക സ്രോതശുദ്ധി എന്ന് പറയാം അല്ലെ, വേണമെങ്കിൽ ആ ചാനൽസിനെ ഒന്ന് ക്ലിയർ ചെയ്യുക, പോസിറ്റീവ് തോട്ട്സ് ക്രിയേറ്റ് ചെയ്യാനുള്ള ഹോർമോണൽ ബാലൻസ് ക്രിയേറ്റ് ചെയ്യുക, നമ്മൾ ഗട്ട് ബ്രെയിൻ ആക്സിസ് എന്നൊക്കെ പറയുന്ന പോലെ. അപ്പോൾ ഇങ്ങനെ പല രീതിയിൽ വേണം ഈ ശാരീരികമായിട്ടുള്ള അവസ്ഥയും കൂടെ നമ്മൾ ട്രീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതിനോടൊപ്പം തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് റിലാക്സിങ് തെറാപ്പീസ്, യോഗ, പ്രാണായാമം, ബ്രീത്തിങ് എക്സസൈസ്. ഈ അമ്മയാവുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഡിഫിക്കൽട്ടായിട്ടുള്ള യോഗ പോസ്റ്റേഴ്സ്, യോഗ എന്ന് പറയുമ്പോൾ ഭയങ്കര യോഗയാണെന്ന് എല്ലാവരും വിചാരിക്കുക. അങ്ങനെയല്ല, ശരിക്കും ശവാസനം എന്ന് പറഞ്ഞ് നീണ്ടു നിവർന്ന് നമ്മൾ കിടക്കുകയും ശ്വസിക്കുകയും ചെയ്യുന്ന സിമ്പിളായിട്ടുള്ള എക്സസൈസ് ചെയ്താൽ പോലും പോസിറ്റീവ് ഇൻഫ്ലുവൻസ് ഉള്ള ഹോർമോൺസ് സെക്രീറ്റ് ആവുന്നു എന്നുള്ള സ്റ്റഡീസ് തെളിയിച്ചിട്ടുണ്ട്. ഈ ആ ഹോർമോൺ ഡിപ്പ് ശരിക്കും ഇതിൻ്റെ ഒരു മേജർ കോസാണ്. ഡോക്ടർ സ്റ്റാർട്ടിങ്ങിൽ പറഞ്ഞ ഈ ഒരു എസ്ട്രാഡിയോൾ എന്ന് പറഞ്ഞിട്ടൊരു ഹോർമോൺ ശരിക്കും ഈ ഡെലിവറി കഴിഞ്ഞ ഉടനെ തന്നെ അത് വളരെയധികം അങ്ങ് ഡിപ്പായി പോകും. അതിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണലായിട്ടാണ് ഈ സെറോട്ടോണിൻ എന്ന് പറയും, ഇപ്പോൾ മറ്റേ മൂഡ് ഹോർമോൺ, നമ്മുടെ ആ ഒരു ഹാപ്പി ഹോർമോൺ എന്ന് മറ്റോ അതിന് പറയുന്നത്. അപ്പോൾ ഇത് ഈ സെറോട്ടോണിൻ ലെവൽസ് അങ്ങനെ പെട്ടെന്ന് ഡ്രാസ്റ്റിക്കലി കുറയുന്നത് തന്നെ ഒരു ഹോർമോണൽ ഇൻഡ്യൂസ്ഡ് PPD ഒക്കെ ഉള്ളൊരു കാരണമാണ്. അപ്പോൾ ഈ വാട്ട് എവർ മേക്സ് യു ഹാപ്പി എന്നുള്ളതാണ് ഒരു സോഷ്യൽ കൺസ്ട്രക്ഷൻ്റെ ഉള്ളിൽ ആ ഒരു അമ്മയ്ക്ക് സന്തോഷം കിട്ടുന്ന എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതെല്ലാം അവരും ചെയ്യാൻ നോക്കണം, അതെല്ലാം ഇമ്പാർട്ട് ചെയ്യാൻ പാർട്ട്ണറും ഫാമിലി മെമ്പേഴ്സും ശ്രദ്ധിക്കണം. അതേപോലെ ഈക്വലി റെലവൻ്റ് ആണ്. ഇപ്പോൾ യോഗയുടെ കാര്യം ഡോക്ടർ പറഞ്ഞു, സ്പെസിഫിക് ആസനങ്ങളിലേക്ക് നമുക്ക് കടക്കണ്ട. അതേപോലെ തന്നെ മ്യൂസിക് തെറാപ്പി, അപ്പോൾ സന്തോഷം ഉണ്ടാക്കുന്ന മോഹനം പോലുള്ള രാഗങ്ങൾ, ചില സമയത്ത് റെസ്റ്റ്ലെസ്നെസ് സ്ലീപ്പൊക്കെയാണ് പ്രശ്നങ്ങൾ, നമുക്ക് ഇപ്പോൾ നീലാംബരി പോലുള്ള രാഗങ്ങൾ, അങ്ങനെ കുറേ വളരെ പ്രൊഫഷണലായിട്ട് അപ്രോച്ച് ചെയ്ത് രാഗ കൺസ്ട്രക്റ്റിൽ പോകും. പക്ഷെ അത്രയ്ക്കൊന്നും പോയില്ലെങ്കിൽ പോലും ഒരു പാട്ട് കേട്ടാൽ എനിക്ക് സന്തോഷമാവും എന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അത് ഓപ്റ്റ് ചെയ്യാൻ ഒക്കെ നമുക്ക് നോക്കേണ്ടതാണ്. ശരിക്കും ഈ മാനേജ്മെൻറ്റ് സൈഡിലേക്ക് വരുമ്പോഴാണ് ഈ സൂതിക പരിചര്യ, ഈ പ്രസവരക്ഷ എന്നൊക്കെ പറയുന്ന ആ ഒരു പ്രോസസ്സിൻ്റെ എത്രയും യുഗങ്ങളോളം നമ്മൾ പഠിച്ചും മനസ്സിലാക്കിയും പ്രാക്ടീസിൽ വന്നിട്ടുള്ള ആ ഒരു കാര്യത്തിൻ്റെ റെലവൻസ് മനസ്സിലായി. ഇപ്പം നമ്മൾ ശ്രദ്ധിച്ചത് കേരളത്തിലെയോ ഇന്ത്യയിലെയോ മാത്രം കാര്യമല്ല, പല ഏൻഷ്യൻ കമ്മ്യൂണിറ്റീസിൽ നോക്കിയാലും ഇങ്ങനെയുള്ള കുറേ മെഷേഴ്സ് ഇൻ പ്ലേസ് ആണ്. അതിൻ്റെ ഒബ്ജക്റ്റീവ്സ് ചിലപ്പോൾ ഡിഫറെൻ്റ് ആയിരിക്കും. ചിലപ്പോൾ ചിലർ ഈ ഒരു കാലഘട്ടത്തെ ഈ അമ്മ കുഞ്ഞ് ആ ഒരു ടൈം പീരീഡിനെ ഡെയിഫൈ ചെയ്യുന്ന ആൾക്കാർ, അതായത് അത് ദൈവികമായിട്ടുള്ള ഇതാണ്. ചില കമ്മ്യൂണിറ്റീസ് ഈ ഒരു ടൈം പീരീഡിൽ ഒരു ഇമ്പ്യൂരിറ്റി, സ്ത്രീ അശുദ്ധമാണ്, അപ്പോൾ ആ ഒരു പീരീഡിൽ അവരെ ക്ഷേത്രങ്ങളിൽ പോകാനോ അല്ലെങ്കിൽ വീട്ടിലെ മറ്റു ഫംഗ്ഷനിലൊന്നും പങ്കെടുപ്പിക്കാതെ ഇരിക്കുന്ന അങ്ങനെയൊക്കെയുള്ള രീതിയുണ്ട്. ഈ രണ്ട് കമ്മ്യൂണിറ്റീസിലും സിമിലർ ആയിട്ടുള്ളൊരു ത്രെഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു റുട്ടീൻ ഉണ്ടല്ലോ. ഒരു സാധാരണഗതിയിൽ ആ സ്ത്രീ ആ വീട്ടിൽ അല്ലെങ്കിൽ ആ ഒരു മെമ്പർ ആ വീട്ടിൽ എന്തൊക്കെ ചെയ്യണോ അതിൽ നിന്നൊക്കെ ഒന്ന് മാറ്റി നിർത്തി ഒന്ന് കോൺവാലസ് ചെയ്യിക്കുക എന്നുള്ളതാണ്. ഒരു ഇൻഡ്യൂസ്ഡ് റെസ്റ്റ് പീരീഡ് അവിടെ ഉണ്ട്. അതിൽ പലപ്പോഴും ഇപ്പോൾ നമ്മുടെ നാട്ടിലെ കാര്യങ്ങളൊക്കെ ഒരുവിധം എല്ലാവർക്കും അറിയാമെന്ന് തോന്നുന്നു. ഇതൊക്കെ ഇപ്പോൾ ജപ്പാനിലൊക്കെ അങ്ങനെയുള്ള കൾച്ചേഴ്സ് ഉണ്ട്. ഇതായിക്കഴിഞ്ഞാൽ ഒരു കുറേ മാസങ്ങളോളം അവർ അമ്മ വീട്ടിൽ അവരുടെ സ്വന്തം വീട്ടിൽ പോയി നിൽക്കുന്ന ഇതുണ്ട്. ഇപ്പോൾ ചില കൾച്ചേഴ്സിൽ ആക്ച്വലി ഇതിൻ്റെ കുറേ പാരാമീറ്റേഴ്സ് തന്നെ നോക്കും. അതായത് പ്രസവശേഷം അമ്മയുടെ മുഖത്ത് ചുളിവുകൾ വരിക, ഡാർക്ക് സർക്കിൾസ് വരിക. ഇപ്പോൾ വിയറ്റ്നാമിലൊക്കെ അങ്ങനെയാണ്.
അതിൻ്റെ ഒരു അർത്ഥം ആ വീട്ടുകാർ ആ സ്ത്രീയെ നോക്കുന്നില്ല. അപ്പോൾ അതൊരു ഷെയിമിൻ്റെ ഇതൊക്കെയാണ്. അപ്പോൾ അങ്ങനെയുള്ള സോഷ്യൽ കൺസ്ട്രക്ട്സും ഉണ്ട്, അതേപോലെ ഒത്തിരി പ്രൊസീജിയേഴ്സും ഉണ്ട്. ഇതെല്ലാം കൂടി ഇൻ്റർട്വൈൻഡ് ആയിട്ടാണ് ശരിക്കും നമ്മുടെ ഈ ഒരു ടൈം പീരീഡിലെ പരിരക്ഷ നിൽക്കുന്നത്. ഈ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ എന്നുള്ള വിഷയത്തിൽ നമ്മൾക്ക് കുറച്ച് നേരം ആണെങ്കിലും ധാരാളം കാര്യങ്ങൾ പറയാൻ പറ്റി. അതിൽ നമ്മൾ കോമൺ ആയിട്ട് മനസ്സിലാക്കുന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വ്യക്തിയുടെ പ്രശ്നമല്ല. അതിൻ്റെ അകത്ത് ഒരു ഭയമോ വിഷമമോ ആങ്സൈറ്റിയോ വെക്കേണ്ട കാര്യമില്ല. ഒരു സ്റ്റേജ് വരെ, ഈ ബ്ലൂസ് സ്റ്റേജ് വരെയൊക്കെ അത് എക്സ്പെക്റ്റഡ് ആണ്. അത് ആ ഒരു പ്രകൃതിയുടെ തന്നെ ഒരു വരദാനമായിട്ടുള്ളൊരു ഫേസിൽ സ്വാഭാവികമായിട്ടും വരുന്നൊരു ആങ്സൈറ്റിയും ടെൻഷനും ഒക്കെ തന്നെയാണ്. അതിൽ ഒരു പ്രശ്നവുമില്ല. ഇത് നമ്മുടെ ഒരു കൺട്രോൾ, ആ ഇൻഡിവിജ്വലിൻ്റെയോ ആ പാർട്ട്ണറിൻ്റെയോ ഫാമിലിയുടെ കൺട്രോളിൻ്റെ ബിയോണ്ട് പോയാലും നമ്മൾക്ക് ധാരാളം സേഫ്റ്റി നെറ്റ്സ് അവൈലബിൾ ആണ് നമ്മുടെ ചുറ്റും. സഹായം എടുക്കാനും തെറാപ്പി എടുക്കാനും ട്രീറ്റ്മെൻറ്റിലേക്ക് പോകാനൊക്കെ ആയിട്ട്. അതിൻ്റെ കുറച്ച് ഒരു സമ്മറി നമ്മളൊന്ന് പറഞ്ഞു കഴിഞ്ഞു. അപ്പോൾ ഈ പറഞ്ഞ പ്രസവരക്ഷ എന്ന് പറയുന്നത് ഇന്നത്തെ കാലത്ത് ഒത്തിരി തെറ്റിദ്ധരിക്കപ്പെടുന്നൊരു സംഗതിയും കൂടിയാണ്. അതിന് പല റീസൺസ് ഉണ്ട്. കാരണം ഇപ്പോൾ ആയുർവേദത്തിൻ്റെ ടാഗ് ലൈൻ ഉപയോഗിച്ചുകൊണ്ട് കുറേ കാടൻ പ്രവർത്തികൾ ചെയ്യുന്നതൊക്കെ ഇപ്പോൾ പല അനുഭവങ്ങളുണ്ട്. ആയുർവേദം ചെയ്തു എന്നൊക്കെ ഉള്ള രീതിയിലാണ് ആൾക്കാർ വന്ന് പറയുക. പക്ഷേ ഇത് എങ്ങും പറയാത്ത കുറേ കാര്യങ്ങളാണ്. അപ്പോൾ ഇതെല്ലാമാണ് ആയുർവേദിക് പ്രസവരക്ഷ എന്നുള്ളൊരു തെറ്റിദ്ധാരണയിൽ കുറേ ഡോക്ടേഴ്സ് അതിനെ എതിർക്കാനും തുടങ്ങി. അതായത് അവരുടെ അടുത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ നിൽക്കരുതെന്നുള്ളൂ. പക്ഷേ അങ്ങനെ ബ്ലൈൻഡായിട്ടൊരു സജഷൻ അങ്ങ് പറഞ്ഞു കഴിയുമ്പോൾ ശരിക്കും പരമ്പരാഗതമായിട്ട് കൈമാറി വന്നിട്ടുള്ള ഒരു അറിവിൻ്റെയോ അല്ലെങ്കിൽ ആ ഒരു എക്സ്പേർട്സ് ഹാൻഡിൽ ചെയ്യേണ്ട ആ ഒരു മേഖലയുടെ ഒരു സാധ്യത അവർക്ക് ശരിക്കും നഷ്ടപ്പെടുത്തുകയാണ്. ഓഫ് കോഴ്സ് അതിൻ്റെ റെലവൻസ് എന്താണ്, അതിൻ്റെ ഇമ്പോർട്ടൻസ് എന്താണ്, ഇത് സയൻറ്റിഫിക്കായിട്ടാണ് ചെയ്യുന്നതും എന്നുള്ളതിൻ്റെയൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് പ്രൊഫഷണൽസ്, ഡോക്ടേഴ്സ്, വൈദ്യന്മാർ കൊടുക്കുകയും വേണം. അത് പ്രോപ്പറായിട്ട് അവർ മനസ്സിലാക്കുകയും വേണം. അതല്ലെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ പോലെ അത് തന്നെ ഡിപ്രഷനൊരു കാരണമാണ്. അപ്പോൾ അങ്ങനെ ഒരു വളരെ ക്ലിയർ അണ്ടർസ്റ്റാൻഡിങ് കൊടുത്ത് ഇങ്ങനെയൊരു വളരെ സാങ്കേതികമായിട്ട് ശ്രദ്ധയോടുകൂടി ചെയ്യുന്ന ഒരു പ്രൊസീജിയറാണ് ആയുർവേദത്തിലെ ഈ സൂതിക പരിചര്യ അല്ലെങ്കിൽ പ്രസവരക്ഷ എന്നൊക്കെ പറയുന്ന മേഖല എന്നുള്ളത് ജനങ്ങൾ കൂടുതലായിട്ട് അറിയേണ്ടതുണ്ട്. അപ്പോൾ ഒരുപക്ഷെ ഇനി നമ്മുടെ അടുത്ത സെഷനിൽ നമുക്കൊരു എക്സ്പേർട്ടിനെ തന്നെ, ഇത് ഹാൻഡിൽ ചെയ്യുന്ന ഒരു എക്സ്പേർട്ടിനെ തന്നെ നമ്മുടെ കൂടെ ചേർത്ത് ആ ഒരു മേഖല വിശദമായിട്ട് തന്നെ ഒന്ന് പരിശോധിക്കാം. എന്തായാലും ഇതിൽ നമ്മുടെ കൂടെ നമുക്ക് നല്ല ഇൻപുട്സ് നമുക്കെല്ലാവർക്കും കൊടുക്കാൻ സാധിച്ചു എന്നാണ് ഒരു വിശ്വാസം. അടുത്ത തവണ കാണുന്നവരെ ഹാവ് എ ഗുഡ് ഈവനിങ്.